അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇന്ന് ഈ സെക്ഷനിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദിൻ്റെ സംവാദങ്ങളെക്കുറിച്ചും ആ സംവാദങ്ങളിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചും അതുണ്ടാക്കിയ ഫലങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായി വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഈ സെഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൽ നമ്മോട് സംവദിക്കുന്നത് EK ഹസൻ മുസ്ലിയാരോടുകൂടെയും ഒരുപാട് സംവാദങ്ങളിലും ഖണ്ഡനങ്ങളിലുമൊക്കെ പങ്കെടുക്കുകയും കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്ത ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ദാരിമി ഉസ്താദ്, അതേപോലെ തന്നെ സംവാദങ്ങളെക്കുറിച്ച് കൃത്യമായ ചരിത്രവും ഒക്കെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ദാരിമി ഉസ്താദ് നമ്മോട് സംസാരിക്കും. അതേപോലെ തന്നെ കേരളത്തിൽ നടന്ന സംവാദങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനങ്ങളും വിശകലനങ്ങളുമൊക്കെ നടത്തി ഒരുപാട് പുസ്തകങ്ങളും ഒക്കെ രചിച്ച ബഹുമാനപ്പെട്ട ആലിക്കുട്ടി സഖാഫി ഉസ്താദ് നമ്മോട് അതിനുശേഷം സംസാരിക്കും. ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദിൻ്റെ മുമ്പും കേരളത്തിൽ ഒരുപാട് ഉലമാക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേരളം വലിയ പർവ്വത സമാന്മാരായ ഉലമാക്കളാൽ സമ്പന്നമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരുപാട് ബൃഹത്തായ വൈജ്ഞാനിക ചരിത്രമുള്ള കേരളത്തിൽ ഒരുപാട് ഉലമാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ലോക ശ്രദ്ധ നേടിയ ഉലമാക്കൾ വളരെ പരിമിതമാണ് എന്ന് വേണം പറയാൻ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിന് ശേഷം അങ്ങനെ ലോക ശ്രദ്ധ നേടിയ ഉലമാക്കൾ നമ്മുടെ മലബാറിൽ നിന്നും കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. കേരളത്തിൽ ലോക നിലവാരമുള്ള ഒരുപാട് ഉലമാക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണെങ്കിൽ തന്നെയും അവരെ കേരളത്തെ കുറിച്ച് ലോകം അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യം തന്നെയായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദ് എന്ന് പറയുന്നത് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ സൈനുദ്ദീൻ മഖ്ദൂമിന് ശേഷം കേരളം ലോകം കണ്ട ഏറ്റവും വലിയ ഒരു കേരളീയ പണ്ഡിതനാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഉസ്താദ് സാധിച്ചെടുത്ത ഒരു വലിയ വിശാലമായ ഗ്ലോബൽ നെറ്റ്വർക്ക് നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തിലുള്ള വിവിധ സുന്നി ഉലമാക്കൾ കേരളത്തിലേക്ക് വരാനും ഇവിടുത്തെ ബൃഹത്തായ വൈജ്ഞാനിക പാരമ്പര്യത്തെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത് ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ വിശാലമായ വൈജ്ഞാനിക പ്രവർത്തനങ്ങളിലൂടെയും യാത്രകളിലൂടെയും സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ആണെന്ന് യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുത തന്നെയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദിൻ്റെ കേരളത്തിലും ഇന്ത്യയിലുടനീളമുള്ള പ്രവർത്തനങ്ങൾ കാരണം ഇപ്പോൾ നമ്മൾക്കറിയാം SF ഗോൾഡൻ 50 ഇപ്പോൾ അടുത്താണ് കഴിഞ്ഞത്. ഉസ്താദിൻ്റെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ തണലിൽ ഒരുപാട് പ്രവർത്തനങ്ങളും പദ്ധതികളും നടത്തിയത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ വിപ്ലവം നമ്മുടെ സംഘടനയ്ക്ക് സാധിച്ചത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ലോകം ശ്രദ്ധിക്കുന്ന ലോകത്തിൻ്റെ ഉലമാക്കൾ മലബാറിനെ ശ്രദ്ധിക്കാനും അതേപോലെ തന്നെ ഒരുപാട് ലോകത്തെ ഉലമാക്കൾ കേരളത്തിലേക്ക് വരാനും ഇവിടുത്തെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിവിധ വൈജ്ഞാനിക സ്ഥാപനങ്ങളിലേക്കും കലാലയങ്ങളിലേക്കും എത്തിപ്പെടാനുമൊക്കെ വഴിയൊരുക്കിയത്, വാതിൽ തുറന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഉസ്താദിൻ്റെ ഈ ഒരു മുഖ്യധാര മുസ്ലിംകളിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉസ്താദ് വരുന്നത് ഉസ്താദ് വഹാബികളുമായും മറ്റു വിധേയ കക്ഷികളുമായും ഒക്കെ നടത്തിയ സംവാദങ്ങളിലൂടെയും അതുപോലെ തന്നെ ഖണ്ഡന പ്രസംഗങ്ങളിലൂടെയും ഒക്കെയാണ് ഉസ്താദ് കേരളീയ ജനമനസ്സുകളിൽ സ്ഥാനമുറപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദിൻ്റെ ഒരുപാട് സംവാദങ്ങളും ഒരുപാട് ഖണ്ഡന പ്രസംഗങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഉസ്താദ് ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത് 1973 പാലക്കാട് പൂടൂർ വെച്ച് നടന്ന സംവാദത്തിലൂടെയായിരുന്നു. അന്ന് EK ഹസൻ മുസ്ലിയാർ കേരളത്തിലെ
എക്കാലത്തെയും വഹാബികളുടെ പേടി സ്വപ്നമായിരുന്ന, ഏത് കാലത്തും വഹാബികൾക്ക് വെല്ലുവിളിക്കാനും സംവാദം നടത്താനും വളരെ ഭയവിഹ്വലതയോട് കണ്ടിരുന്ന ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ ഒരു യാദൃച്ഛികമായ അല്ലെങ്കിൽ ഹജ്ജ് യാത്ര സമയത്താണ് ഇനി കേരളത്തിൽ സുന്നികൾക്ക് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ സുന്നികളെ സുഖത്തിൽ അല്ലെങ്കിൽ വളരെ സുഗമമായി വെല്ലുവിളിക്കാമെന്നും അവരെ കീഴ്പ്പെടുത്താനും ഒക്കെയുള്ള അവരുടെ ആലോചനയിൽ നിന്നാണ് 1973 പാലക്കാട് സംവാദം ഉണ്ടാകുന്നത്. കാരണം ഇ.കെ. ഹസൻ മുസ്ലിയാർക്ക് ശേഷം ഇനി ഇവിടെ ആരും ഉണ്ടാവുകയില്ല, അവരുടെ ചോദ്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ പുത്തനാശയങ്ങളെ എതിർക്കുവാനും പ്രതിരോധിക്കുവാനും ഇവിടെ ആരുണ്ടാവുകയില്ല എന്നുള്ള അവരുടെ വ്യാമോഹത്തിൽ നിന്നാണ് അവർ കേരളത്തിലെ സുന്നികളെ പാലക്കാട് വെച്ച് വെല്ലുവിളിക്കുന്നത്. അന്ന് ഇ.കെ. ഹസൻ ഉസ്താദിന് ശേഷം എ പി ഉസ്താദ് സംവാദം നയിക്കട്ടെ എന്ന് അന്നത്തെ സമസ്തയും ഉലമാക്കളും ഒക്കെ തീരുമാനിക്കുകയും അങ്ങനെ ഉസ്താദ് ആ സംവാദത്തിലൂടെയാണ് കേരള മനസ്സുകളിൽ സ്ഥാനമുറപ്പിക്കുന്നത്. അതിനുശേഷം ഒരുപാട് സംവാദങ്ങളും ഖണ്ഡന മണ്ഡനങ്ങളും ഒരുപാട് വൈജ്ഞാനിക വ്യവഹാരങ്ങളും ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. അപ്പോൾ ഈ സംവാദങ്ങളുടെ പശ്ചാത്തലം എന്തായിരുന്നു, ഏതൊക്കെ തരത്തിലുള്ള സംവാദങ്ങളാണ് കേരളത്തിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ കേരളത്തിലെ സംവാദത്തിൻ്റെ ചരിത്രം എന്തായിരുന്നു എന്നൊക്കെ കൃത്യമായി വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഈ സെഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരളത്തിലെ സംവാദങ്ങളെക്കുറിച്ചും ഉസ്താദ് പങ്കെടുത്ത സംവാദങ്ങളെക്കുറിച്ചുമുള്ള ഒരു ഹ്രസ്വമായ വിവരണം ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് നിർവഹിക്കും. ഉസ്താദിനെ ക്ഷണിക്കുന്നു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 3 വിഷയങ്ങളാണ്. ഒന്ന്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന സംവാദങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം. മറ്റൊന്ന്, ഷെയ്ഖുന എ പി ഉസ്താദ് അവറുകൾ സംബന്ധിച്ച സംവാദങ്ങൾ. മറ്റൊന്ന്, ഉസ്താദ് കാർമ്മികത്വം വഹിച്ച നേതൃത്വം വഹിച്ച സംവാദങ്ങൾ. കേരളത്തിൽ ഇങ്ങ് വടക്ക് മുതൽ തെക്ക് വരെ ചെറുതും വലുതുമായ 30-ൽ ചില്ലാനം സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസായി അറിയപ്പെട്ട ആദ്യത്തെ സംവാദം 1933 നാദാപുരത്താണ്. ആ സംവാദം അറിയപ്പെടുന്നത് തന്നെ ലാ കട്ട സംവാദം എന്നാണ്. മൗലവിമാർ ലാ കട്ടു അങ്ങനെ അറിയപ്പെട്ടപ്പോൾ ഈ ലാമ്പ് എന്നതിൻ്റെ അവസാന കലിമത്ത് നഷ്ടപ്പെട്ട് അവസാന കലിമത്ത് കൂട്ടിച്ചേർത്ത് അത് നഷ്ടപ്പെട്ട് സംസാരത്തിൽ നഷ്ടപ്പെട്ടതായിരിക്കും എന്ന് വിചാരിച്ച് അവിടുത്തെ അമുസ്ലിങ്ങൾ മനസ്സിലാക്കിയത് വിളക്ക് കള്ളന്മാരാണ് ഇവർ, ആ രൂപത്തിലാണ്. ഏതായിരുന്നാലും പിന്നീട് മഹാനായ പതിയുസ്താദിൻ്റെ അവസരമായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒന്നാമത്തെ സംവാദം സമസ്തക്ക് ശിലപാകിയ പാങ്ങിൽ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവറുകളും അഹമ്മദ് കോയ ഷാലിയാത്തി മഹാനവറുകളും കോഴിക്കോട് ഹിമായത്തിൽ ചേർന്ന ഒരു സംവാദത്തിലാണ് ആദ്യമായി സംവാദം രൂപപ്പെടുന്നത്. അത് കേരള മുസ്ലിങ്ങളിൽ ഭിന്നിപ്പിൻ്റെ വിത്തുപാകിയ കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ 3ാം വാർഷിക സമ്മേളനം ഹിമായത്തിൽ കോഴിക്കോട്ടെ പൗരമുഖ്യരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഐക്യസംഘത്തിൻ്റെ വാർഷികം നടത്താൻ ഒരുങ്ങിയപ്പോൾ അവിടെ വഹാബിസം പൊളിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി തന്നെ മഹാനായ പാങ്ങിൽ അവറുകളും ഷാലിയാത്തിയും രംഗത്ത് വന്നു. ജനബാഹുല്യം കാരണം അവസാനം അത് വരക്കലെ ഒരു ഓഫീസിലേക്ക് മാറ്റി. പക്ഷേ അതിന് നാദാപുരത്തെയോ കൊട്ടപ്പുറത്തെയോ ഒന്നും പേര് എന്തുകൊണ്ടോ സിദ്ധിച്ചില്ല, ഫേമസ് ആയില്ല എന്ന് മാത്രം. രണ്ടാമത്തെ സംവാദമാണ് 1933 നാദാപുരത്ത് നടന്നത്. പിന്നീട് 11 വർഷത്തേക്ക് സംവാദം നടന്നിട്ടില്ല. 44 കൊടിയത്തൂരിലാണ് സംവാദം. പിന്നീട് മഹാനായ പതിയുസ്താദിൻ്റെ വരവോടുകൂടി 1950
48 മുതൽ 58 വരെയുള്ള 10 വർഷം. അതിലാദ്യമായി നെടിയിരിപ്പിലാണ് പതി ഉസ്താദ് എത്തിയത്. ആ സംവാദവും ജനങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ട്. എങ്ങനെ മുഹിയുദ്ദീൻ മാല സത്യസമ്പൂർണമാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കാൻ തയ്യാർ എന്ന നോട്ടീസ് അച്ചടിച്ച് അതും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മഹാനായ പതി ഉസ്താദ് നെടിയിരിപ്പിൽ വണ്ടി ഇറങ്ങുന്നത്. സ്വന്തം വണ്ടിയിലാണ് വരുന്നത്. ആ വണ്ടിയിൽ സ്വന്തം മൈക്ക് സെറ്റുണ്ട്. പുതിയ ആശയക്കാരെവിടെയുണ്ടോ അവിടെയെല്ലാം നിർത്തി പ്രസംഗിക്കുകയാണ്. അപ്പോൾ അതുവരെ മുദരിസായിരുന്ന, ജനങ്ങളുടെ കാഴ്ചയിൽ മുസ്ലിയാരാണെന്ന് തോന്നുന്ന, തലപ്പാവും താടിയുമുള്ള നീളക്കുപ്പായിട്ട എടവണ്ണ അലവി മൗലവി, അയാൾ അക്കാലത്തെ പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുമ്പോഴാണ് ഈ പതി ഉസ്താദിൻ്റെ വരവുണ്ടാകുന്നത്. അങ്ങനെ പൂനൂരിൽ 1951 പൂനൂരിൽ സംവാദമുണ്ടായി. അത് മാർച്ച് 18-നാണ്. നെടിയിരിപ്പിൽ 1949 മാർച്ച് 13-നാണ്. പൂനൂരിൽ നേരം വെളുത്തു. അവിടെ വ്യവസ്ഥ പാലിക്കാതെ ഏകപക്ഷീയമായി പ്രസംഗിച്ചപ്പോൾ അലവി മൗലവിയെ പിടിച്ചുകെട്ടലായിരുന്നു പതി ഉസ്താദിൻ്റെ ഡ്യൂട്ടി. ഇങ്ങനെ വന്ന് അവസാനം 1976 മണ്ണാർക്കാട്ടും വെള്ളിയഞ്ചേരിയിലും കോഴിക്കോട്ട് ഇടിയങ്ങരയിലും കുറ്റിച്ചിറ 12 ദിവസം. ഇതെല്ലാം സംവാദങ്ങളായിരുന്നുവെങ്കിലും ജനമനസ്സുകളിൽ എന്നും നിലനിൽക്കുന്ന ഒരു സംവാദം 1983 കൊട്ടപ്പുറത്ത് നടന്നതാണ്. ഉസ്താദ് മുതല്ലിമായ സമയത്ത് തന്നെ എവിടെയെല്ലാം ഖണ്ഡനമുണ്ടോ, എവിടെയെല്ലാം വാദപ്രതിവാദമുണ്ടോ അവിടെയൊക്കെ പോയി അത് കേൾക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. 1951 പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും എടവണ്ണ അലവി മൗലവിയും തമ്മിൽ നടന്ന പൂനൂർ സംവാദം. ഉസ്താദ് തന്നെ പൂനൂരുകാരനാണല്ലോ. അത് പൂർണ്ണമായി കേട്ട ആളാണ് ഉസ്താദ്. മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ പോലെയുള്ള അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥന, ഇത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സഹിയായ ഹദീസ് കൊണ്ട് തെളിയിക്കാമോ എന്നാണ് അലവി മൗലവിയുടെ ചോദ്യം. പക്ഷേ പതിയവറുകൾ, അദ്ദേഹം ഒരു തെക്കൻ കേരളക്കാരനാണല്ലോ. അദ്ദേഹം ആരുടെയും സിമ്പതി ആഗ്രഹിക്കാത്ത ഒരാളാണ്. അദ്ദേഹം സാമ്പത്തികമായി കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്വയം പര്യാപ്തത എല്ലാ വിഷയത്തിലും നേലിച്ചു കണ്ടു എന്ന് വേണം കരുതാൻ. അദ്ദേഹം പറഞ്ഞു, ഇവിടെ വ്യവസ്ഥ വായിക്കണം. നമ്മളും നിങ്ങളും തമ്മിലൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയാനുള്ള ബാധ്യത ഈ ജനസമൂഹത്തിനുണ്ട്. എത്ര ജനസമൂഹം? 3000 ആളല്ല, 50,000 ആളാണ്. ഇതാ പരിപാടിയിൽ അന്ന് മറുഭാഗത്ത് കേൾവിക്കാരനായി പോയ അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. കോഴിക്കോട്ടൊരു ടാക്സി അന്വേഷിച്ചാൽ കിട്ടൂല, എല്ലാം പൂനൂരിലേക്ക് പോയിരിക്കുക. 50,000-ൽ ചില്ലാണ് ആളുകളാണ് 1951 പൂനൂരിലെ സംവാദത്തിൽ സംബന്ധിച്ചത്. കാരണം നെടിയിരുപ്പിൽ നിന്ന് മുങ്ങിയ അലവി മൗലവി പിന്നീട് 3 വർഷത്തിന് ശേഷം പൂനൂരിലാണ് പൊങ്ങുന്നത്. ഏതായിരുന്നാലും വ്യവസ്ഥ വായിക്കണം, വ്യവസ്ഥ അറിയാനുള്ള ബാധ്യത, അവകാശം ശ്രോതാക്കൾക്കുണ്ട്. അപ്പോഴും ചോദ്യം ആവർത്തിക്കുന്നു. അങ്ങനെ നേരം വെളുത്ത് ഉസ്താദ് പറയുന്നത്, പതി ഉസ്താദിന് തെറ്റിയെന്ന് ഉസ്താദ് പറയുന്നില്ല. അതേ, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കാം, പക്ഷേ വ്യവസ്ഥ വായിക്കണം എന്ന് അങ്ങനെ പറയാമായിരുന്നു, ശൈലി ഒന്ന് മാറ്റാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉസ്താദിന് ആ വിഷയത്തിൽ ഉണ്ട്. ഏതായിരുന്നാലും പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദ് പെട്ടെന്ന് 1974 സമസ്തയിൽ വരികയും പിറ്റേത്തെ വർഷം തന്നെ സമസ്തയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആവുകയും അതേ വർഷം തന്നെ ഓഫീസിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്ത് ഇങ്ങോട്ട് രംഗത്ത് വരുന്ന ഒരു ശൈലിയല്ല. ഉസ്താദ് പൂനൂരിൽ പോയതുപോലെ തന്നെ
ഉസ്താദ് ബാപ്പുട്ടി ഉസ്താദിൻ്റെ നാടിനടുത്ത് മരുതയിൽ പോയൊരു സംഭവമുണ്ട്. അവിടെ വലിയ വലിയ ഉസ്താദന്മാരാ, സദഖത്തുള്ള ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ വ്യവസ്ഥ എഴുതാൻ പോയപ്പോൾ ഇത് കേട്ടറിഞ്ഞുകൊണ്ട് അവിടെ നടന്നെത്തുക. 3 ദിവസം പട്ടിണി കിടന്ന് പള്ളിച്ചെരുവിൽ കിടന്നാണ് ഉസ്താദ് അതെല്ലാം നിരീക്ഷിച്ചത്. അതൊക്കെ സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാപ്പുട്ടി ഉസ്താദ് പറയും. ഇങ്ങനെ ഈ വിഷയത്തിലുള്ള ഒരു ജിജ്ഞാസ നേരത്തെ ഉസ്താദിനുണ്ട്. നമ്മിൽ പലരും ധരിച്ചു വെച്ചതുപോലെ ഒരു 74 ശേഷം അവസ്ഥയിൽ വന്ന് അങ്ങനെ 89 പുനഃസംഘടിപ്പിക്കുന്നത് വരെ അങ്ങനെയല്ല. ഉസ്താദിൻ്റെ ജീവിതം നോക്കിയാൽ ഉസ്താദിനെ ശരിക്കും മനസ്സിലാക്കിയ പണ്ഡിതന്മാരിൽ നിന്ന് ഒരാളാണ് ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, മറ്റൊരാളാണ് ഇ കെ ഹസൻ മുസ്ലിയാർ. മണ്ണാർക്കാട് ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലം, മണ്ണാർക്കാടുള്ള മുത്താലിമീങ്ങൾ ഇവിടെ ഉണ്ടാവും. ആ സ്ഥലത്ത് പറളിയിൽ നിന്ന് വന്ന വഹാബി മൗലവിമാർ പുതിയ പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ച് സംസാരിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ ഇ കെ ഹസൻ മുസ്ലിയാരത്ത് പോയപ്പോൾ ഹസൻ മുസ്ലിയാർ പറഞ്ഞത്, പൂനൂരിലൊരു അബൂബക്കർ മുസ്ലിയാരുണ്ട്, എന്നേക്കാൾ നിങ്ങൾക്ക് തൃപ്തിയാവും അദ്ദേഹം വന്നാൽ. അങ്ങനെയാണ് എ പി ഉസ്താദ് അവിടെ പോയി. അപ്പോഴാണ് വെള്ളിയഞ്ചേരിയിൽ നിന്ന് തലേ ദിവസം സംസാരിച്ച ആൾ എത്തിയില്ല എന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുന്നത്. അത് 30 മണിക്കൂറാണ് വെള്ളിയഞ്ചേരി പരിപാടി. ഇത് രാത്രി 10 മണിക്ക് തുടങ്ങുക. സാധാരണ ഒരു വയലിന് പോയ, ഒരു ഖനന പ്രസംഗത്തിന് പോയ ഉസ്താദ് മൗലവിമാർ കിതാബും പെട്രോൾ മാക്സും മൈക്ക് സെറ്റൊക്കെ ആയിട്ട് കാത്തിരിക്കുമ്പോൾ അവരെ എല്ലാ രാജവമ്പാല മുതൽ ഞാനൂല് വരെ അവിടെ വെള്ളിയഞ്ചേരിയിലുണ്ട്. അപ്പോൾ ഒരു വൺ വേ പ്രസംഗം നടത്താൻ പോയ ഉസ്താദ് സംവാദത്തിൽ ഏർപ്പെടുകയാണ് രാത്രി 10 മണി മുതൽ. പിറ്റേന്ന് അസറിൻ്റെ മുമ്പ് 3 മണിക്കാണ് ഹസൻ മുസ്ലിയാർ എത്തുന്നത്. ഹസൻ ഉസ്താദ് വന്നതിന് ശേഷം വീണ്ടും തുടർന്നു പിറ്റേ ദിവസം രാത്രി 3 മണി വരെ. ഏതായിരുന്നാലും കൊട്ടപ്പുറം സ്റ്റേജിൽ വെച്ച് ഉസ്താദ് ഇനിയൊരു സംവാദം ആവശ്യമില്ലാത്ത രൂപത്തിൽ എല്ലാ മുനയും ഒടിച്ചിരിക്കുകയാണ്. 11 സംവാദങ്ങളാണ് ഉസ്താദ് നേരിൽ സംബന്ധിച്ച് സംവാദങ്ങൾ. 1972 പൂനൂരിൽ, 73 പൂടൂർ, 72 2 സംവാദങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഡേറ്റ് ഒന്നും എല്ലാറ്റിനും കിട്ടിയിട്ടില്ല. പൂനൂരിൽ മറുഭാഗത്ത് CP ഉമർ സുല്ലമിയും എ പി അബ്ദുൽ ഖാദർ മൗലവിയാണ്, ഇപ്പുറത്ത് ഹസൻ മുസ്ലിയാരും എ പി ഉസ്താദും. അതേ സ്ഥലത്ത് അതേ വർഷം തന്നെയാണ് കൊടിയത്തൂർ ഖാദിയുടെ ഇസുന്നി എന്താണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അതായത് ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു മൗലവി ഖുത്ബ പരിഭാഷാവാദവുമായി വന്നപ്പോൾ അതിനെതിരെ ശംസുൽ ഉലമ ഇ കെ അവറുകൾ പൂനൂരിനടുത്ത് കൂളിക്കലും പൂനൂർ ടൗണിൽ ഇ കെ ഹസൻ മുസ്ലിയാരും എ പി ഉസ്താദും ഖാദിയുമായി ഏറ്റുമുട്ടി. അന്ന് ഖാദിയെ സഹായിക്കാൻ വന്നിരുന്നത് ഇന്നും ജീവിച്ചിരിക്കുന്ന വഹാബി മൗലവിയായ CP ഉമർ സുല്ലമി ആയിരുന്നു എന്ന വസ്തുത കൂടി നമ്മൾ മറന്നു പോകരുത്. 1973 പൂടൂരിൽ അവിടെ ഉസ്താദ് പറഞ്ഞല്ലോ, ഇ കെ ഹസൻ ഉസ്താദ് ഹജ്ജിന് പോയ സമയത്താണ് പൂടൂരിൽ സംവാദത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. അപ്പോൾ ഹസൻ മുസ്ലിയാർ ഹജ്ജിന് പോയി തിരിച്ചു വരുന്നത് വരെ എങ്ങനെയെങ്കിലും ഇതൊന്നു നീട്ടിക്കൊണ്ട് പോകണമെന്ന് നാം ആഗ്രഹിച്ചിരുന്നെങ്കിലും ഹസൻ മുസ്ലിയാർ വന്നാൽ നടക്കൂല എന്ന് തോന്നിയത് കൊണ്ട് ഇപ്പോൾ തന്നെ അതിന് ജാമിയയിലാണ് യോഗം ചേർന്നത്. പണ്ഡിതന്മാർ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ? ജാമിയ നൂരിയയിൽ സബക്കുകളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് ശംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ കോട്ടുമല ഉസ്താദും KV കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാരും അങ്ങനെ എല്ലാവരും വന്ന് അവിടെ നിന്നാണ് അതിന് തയ്യാറെടുപ്പ് നടത്തിയത്. ഇത് മഹാനായ CM വലിയുല്ലാഹി സ്മരണികയിൽ ഷെയ്ഖുന എ പി ഉസ്താദ് തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ച് ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരെ കൈകാര്യം ചെയ്യാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 5 പേരെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. ആ 5 പേരിൽ ഒന്ന് ഷെയ്ഖുന എ പി ഉസ്താദ് അവർകളാണ്. ഏതായിരുന്നാലും വെള്ളിയഞ്ചേരിയിൽ 1976 വെള്ളിയഞ്ചേരിയിലും അതുപോലെ കൊട്ടപ്പുറത്തും പിന്നെ ചെറിയ ചെറിയ ചില സംവാദങ്ങൾ കൂടുതൽ പ്രസിദ്ധമാവാത്ത അയിരൂർ, അതുപോലെ
ചില സ്ഥലങ്ങളും എ പി ഉസ്താദ് സ്വന്തക്ക് ഒരു 5 സംവാദം നടത്തിയിട്ടുണ്ട്. കൊടിയത്തൂർ കാളിയുടെ ആളുകളുമായി 3 സ്ഥലത്ത് നിന്നാണ് സംവാദം നടന്നത്. ഒന്നൊന്ന് പൂനൂരാണ്, കെ ഹസൻ ഉസ്താദും എ പി ഉസ്താദും. മറ്റൊന്ന് ഇവിടെ പട്ടാമ്പിയിലെ സംവാദത്തിൽ മറുഭാഗത്ത് കാളിയെ സഹായിക്കാനുണ്ടായിരുന്നത് TC എന്ന പേരിൽ പ്രസിദ്ധനായ, അവരുടെ ഇടയിൽ പ്രസിദ്ധനായ ഒരാളാണ്. കിതാബിൽ മാഹിറാണ്, അവതരിപ്പിക്കാൻ കഴിയുന്ന ആളാണ്, മുദരിസാണ്. പക്ഷേ ഹസൻ ഉസ്താദിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ആളുകൾ കൂക്കി വിട്ടു. അവിടുന്ന് 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് കൊണ്ടോട്ടിക്കടുത്ത് വലിയ പറമ്പ്, പുളിക്കലിൻ്റെ ഉള്ളിലാണ് ആ വലിയ പറമ്പ്, അവിടെ ഒരു സംവാദം അതേപോലെ ഉണ്ടായി. അവസാനം മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് മൗലവിമാർ ജനങ്ങൾ കൂക്കി വിളിച്ചു. ഏതായിരുന്നാലും ഉസ്താദ് അവർകൾ, മഹാനായ EK ഹസൻ ഉസ്താദ് അവர்களுടെ കൂടെ 6 സംവാദങ്ങളിലും അല്ലാതെ സ്വന്തമായി 5 സംവാദങ്ങളിലും സംബന്ധിച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തേത് 1983 കൊട്ടപ്പുറത്തായിരുന്നു. ഈ വേദി ചർച്ച ചെയ്യുന്നത് AP ഉസ്താദിൻ്റെ സംവാദങ്ങൾ എന്ന വിഷയമാണ്. അതിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ഒരു തരത്തിലുള്ള സംവാദങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം, കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയൊക്കെ സംവാദങ്ങൾ നടന്നിട്ടുണ്ടെന്നതിലേക്കൊരു ദിശാബോധം നൽകാനാണ് ആലിക്കുട്ടി സഖാഫി സംവാദങ്ങളുടെ ചരിത്രം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സംവാദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധേയമായ 1-2 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ അറിവിൽ 2 വിഭാഗത്തോടാണ് സുന്നി പണ്ഡിതന്മാർ സംവാദം നടത്തിയിട്ടുള്ളത്. ഒന്ന് ജമിയത്തുൽ ഉലമായ സുന്നിയ എന്ന കൊടിയത്തൂർ കാളിയുടെ പ്രസ്ഥാനത്തോടും, മറ്റൊന്ന് വഹാബികളോടും, മൂന്നാമത് ചേകനൂരിനോടും. ചേകനൂരിസം, കൊടിയത്തൂരിസം, പിന്നെ വഹാബിസം, ഈ 3 ഇസങ്ങളോടാണ് പ്രാസ്ഥാനികമായ സംവാദങ്ങൾ നമ്മുടെ ഉലമാക്കൾ നടത്തിപ്പോന്നിട്ടുള്ളത്. അതിൽ കൂടുതലും വഹാബികളുമായുള്ള സംവാദങ്ങളാണ് എണ്ണത്തിൽ കൂടുതൽ. ചേകനൂരുമായുള്ള സംവാദത്തിൽ കാര്യമായി EK ഹസൻ മുസ്ലിയാർ മാത്രം തന്നെ എന്ന് പറയാം, മറ്റാരും അതിന് മുതിർന്നിട്ടില്ല. വഹാബികളുമായുള്ള സംവാദത്തിലും കൊടിയത്തൂർ പ്രസ്ഥാനവുമായുള്ള സംവാദത്തിലുമാണ് AP ഉസ്താദും ഹസൻ മുസ്ലിയാരും ഒന്നിച്ചും ഒറ്റക്കുമൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ ഹക്കിന് വിരുദ്ധമായി നിൽക്കുന്ന ആ പക്ഷത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഉണർത്തുന്നത്, ഞങ്ങൾ സംവാദത്തിന് റെഡിയാണ്, വെല്ലുവിളിച്ചവരെ സ്വീകരിക്കാനും സ്വയം വെല്ലുവിളിക്കാനും ഞങ്ങൾക്ക് സന്നദ്ധതയുണ്ട് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർ വെല്ലുവിളിക്കുകയും ചെയ്യും, നമ്മുടെ വെല്ലുവിളി സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ അത് പ്രയോഗവൽക്കരിക്കുന്നിടത്തേക്ക് വരുമ്പോഴേക്ക് ഉള്ളിലൂടെ പണിയെടുത്ത് പരമാവധി ആ സംവാദം ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതിന് കാര്യമായും വ്യവസ്ഥയിൽ തർക്കിക്കലാണ്. വ്യവസ്ഥയിൽ തർക്കിച്ച് ഇല്ലാതായ സംവാദങ്ങൾ ഒരുപാടുണ്ട്. അതിപ്പോൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ 11-നേക്കാൾ കൂടുതലാണ്. അതിലൊന്ന് കുണ്ടുതോട് സംവാദം നടന്നിട്ടില്ല, വ്യവസ്ഥയിൽ തെറ്റിപ്പിരിഞ്ഞതാണ്. നേരത്തെ പറഞ്ഞ മരുതയിലും അങ്ങനെയാണ്. കുണ്ടുതോട്, സുൽത്താൻ ബത്തേരി, തലശ്ശേരി, മരുത, കോഴിക്കോട്, കുറ്റ്യാടി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യവസ്ഥയിൽ ഉടക്ക് വെച്ചിട്ട് ആ സംവാദം നടക്കാതിരിക്കാൻ. ഇനി നമ്മുടെ പണ്ഡിതന്മാർ അവിടെയൊക്കെ എങ്ങനെയെങ്കിലും വ്യവസ്ഥയിൽ തൽക്കാലം അവർ പറയുന്നത് വകവെച്ച് കൊടുത്തിട്ടെങ്കിലും ഇവരെ പിടികൂടണം എന്ന നിലക്ക് ഒരുങ്ങിയിടത്ത് നടക്കുന്ന സംവാദത്തിൽ കലക്കുണ്ടാക്കാനും. കാരണം വിഷയത്തിൻ്റെ കാതലിലേക്ക് ഇറങ്ങി സംവാദത്തിലേക്ക് ഏർപ്പെട്ടാൽ നിറകുടങ്ങളായ സുന്നി പണ്ഡിതന്മാർക്ക് മുമ്പിൽ വേണ്ടത്ര ഭാഷാ പരിജ്ഞാനം പോലും അറബി ഭാഷയിൽ ഇല്ലാത്ത മൗലവിമാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നവർക്കറിയാം. എടവണ്ണ അലവി മൗലവിക്ക് ശേഷം പ്രത്യേകിച്ചും അലവി മൗലവി വരെയുള്ള ആളുകൾ
ദർസിൽ പഠിച്ച് ബാക്കിയാത്തിൽ പോയി ബിരുദം നേടി ബാക്കവിയായി വന്നിട്ട് വഹാബിയായ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇബാറത്തുമൊക്കെ കൊടുത്തുണ്ട്. അദ്ദേഹത്തിന് ശേഷമുള്ള AP അബ്ദുൽ ഖാദർ അടക്കമുള്ളവർ അഫ്ദലുൽ ഉലമക്ക് കോളേജിൽ പഠിച്ചിട്ട് അതിലൂടെ കിട്ടിയ പരിജ്ഞാനം മാത്രമുള്ളവരാണ്. അപ്പോൾ ആ അലവി മൗലവി ഉണ്ടായിരുന്ന കാലത്ത് പോലും നേരത്തെ ഇപ്പോൾ ആലിക്കുട്ടി സഖാവി പറഞ്ഞ ഒരു രംഗം ഞാൻ വിവരിക്കാം. പൂനൂർ വാദപ്രതിവാദം 51 ആ വാദപ്രതിവാദം വെച്ചിട്ട് അസമൂലിയർ എൻ്റെ ഉസ്താദ് ഇടയ്ക്ക് പറയും ബദരീങ്ങൾ ചിലപ്പോൾ വഹാബിയാളെയും സഹായിക്കും. അതെങ്ങനെ ബദരീങ്ങൾ വഹാബികളെ സഹായിക്കലുണ്ട്, അതെവിടെ പൂനൂർ സഹായിച്ചു? എന്താ? സുന്നികളും മുജാഹിദുകളും തമ്മിൽ നടന്ന സംവാദങ്ങളിൽ സുന്നികൾ പരാജയപ്പെട്ടു, തോറ്റു എന്ന് വഹാബികൾ നെഞ്ചുവിരുത്തി പറയുന്ന ഒറ്റ സംവാദം പൂനൂരാണ്. അത് നേരിട്ടത് പതിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, അത് ഞാനീ പറഞ്ഞ പോലത്തെ ഒരു തരികിട ചെയ്തതാണ്. പതിയുമായി നേറ്റുമുട്ടി വിഷയത്തിലേക്ക് കടന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് വ്യവസ്ഥയിൽ തെറ്റാൻ പറ്റിയില്ല. അപ്പോൾ സ്റ്റേജിൽ തെറ്റി, വ്യവസ്ഥ നടപ്പാക്കുന്നിടത്ത് തെറ്റി. എങ്ങനെയാണ് സംഭവം? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുന്നിൽ സ്റ്റേജിലേക്ക് കോണി കയറി ഒരു കാല് സ്റ്റേജിലേക്ക് വെച്ചു, മറ്റേ കാല് കോണിപ്പടിമ തന്നെയാണ്. ബാക്കിൽ കണ്ണിയത്തും ഷംസുൽ ഉലമയും വാണിയമ്പലവും അസമൂലിയരും ആമൂര് മാമൂലരൊക്കെ കയറണേ ഉള്ളൂ. രണ്ടാൾ കോണിമ്പലും ബാക്കിയുള്ളൊരു നിരയിലും. മൗലവിമാരെ നേരത്തെ സ്റ്റേജിൽ സന്നിഹിതരാണ്. പതിയുടെ ഒരു കാലേ സ്റ്റേജിൽ വെച്ചുള്ളൂ. അപ്പണിച്ചിട്ട് പറയാണ് ബദിരീങ്ങളെ കാക്കണേ, മമ്പുറത്തെ തങ്ങളെ രക്ഷിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഖുർആനിൽ വല്ല തെളിവുമുണ്ടോ മുസ്ലിയാരെ? അവിടെയാണ് പതി പറഞ്ഞത്. നമ്മുടെ വ്യവസ്ഥ ഇങ്ങനെയല്ല, ചോദ്യാസ്ഥാനത്താണ്. വ്യവസ്ഥയിലുള്ളത് ഞങ്ങൾ കയറി വന്ന് വ്യവസ്ഥ ജനങ്ങളെ വായിച്ച് കേൾപ്പിച്ച് ആദ്യം ഞങ്ങൾ ഫാത്തിയെ വിളിച്ച് ഫാത്തിയ ഓതി. ചോദ്യത്തിനൊരവസരമുണ്ട്, അപ്പം ചോദിക്കണം. ചോദ്യസ്ഥാനത്താ. പതിയുടെ ഈ വിശദീകരണം കഴിഞ്ഞപ്പോഴേക്ക് ഇടവണ്ണലയും മൗലവി പിന്നെയും കയറിയിട്ട് ബദിരീങ്ങളെ കാക്കണേ, മമ്പുറത്തെ തങ്ങളെ രക്ഷിക്കണേ, അതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് വീണ്ടും ആവർത്തിക്കാൻ. പതി വീണ്ടും ഈ ന്യായം തന്നെ പറയാൻ. അലവി മൗലവി അതും പതി ഇതും പറഞ്ഞ് മണിക്കൂറുകൾ അതുമാണ് തർക്കിച്ചു. നമ്മളെ പണ്ഡിതന്മാർ ഇനി തെളിവങ്ങ് പറഞ്ഞേക്കൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും അവിടെയാണ് പതിയുടെ വ്യക്തിത്വം അതിന് സമ്മതിച്ചില്ല. ഈ ഹമുക്കുകളെ മര്യാദ പഠിപ്പിക്കാതെ ഇവരോട് വാദപ്രതിവാദം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് നേരം പുലരുന്നത് വരെ ഈ രണ്ട് വാദം. ഇവിടെയാണ് അസമൂലർ പറഞ്ഞത്, വാദത്തിലേക്ക് കടന്നില്ലല്ലോ, വ്യവസ്ഥ ലംഘിച്ചില്ലേ. അതുകൊണ്ടുണ്ടായ പ്രതീതി എന്താ? പതിക്ക് മറുപടി ഉണ്ടാവില്ല, അതാ പറയാതിരുന്നത്. ഇങ്ങനൊരു പ്രതീതി മുജാഹിദീങ്ങൾക്ക് പരത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ ആ സ്റ്റേജിൽ ആദ്യം മുഴങ്ങിയത് വഹാബിൻ്റെ തൊള്ളിയിലെ വാക്കാണെങ്കിലും ബദിരീങ്ങളെ കാക്കണേ എന്നാണ്. ആ ബദിരീങ്ങളെ കാക്കണേ എന്ന വാക്കിൻ്റെ ഫലം പൂനൂർ വാദപ്രതിവാദത്തിൽ വഹാബി കൊണ്ടുപോയി. ഇത് അസമൂല്യരെ വിലയിരുത്തലാണല്ലോ. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. ഞാൻ പറഞ്ഞത് നടക്കാതിരിക്കാൻ വ്യവസ്ഥയിൽ ഉടക്കുണ്ടാക്കാൻ ശ്രമിക്കും. നടന്നാൽ നടക്കുമെന്നുറപ്പായാൽ ഇനി അത് പൊളിക്കാൻ എടുത്ത ഒരു കുതന്ത്രമായിരുന്നു അലവി മൗലവി വ്യവസ്ഥയൊക്കെ ലംഘിച്ച് എല്ലാവരും സ്റ്റേജിലെത്തുന്നതിന് മുമ്പ് ചോദ്യം ആദ്യം കിട്ടത്. ഇത് അവർ ചെയ്യുന്നൊരു പണിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നടന്ന സംവാദം ബത്തേരിയാണ്. ബത്തേരി നടന്നിട്ടില്ല, നടക്കാൻ തീരുമാനിച്ചേ ഉള്ളൂ. ബത്തേരിയിലാണ് അടുത്ത സംവാദം. അത് 53-ലോ 55-ലോ ഒക്കെ ആയിരിക്കും, 51-ന് ശേഷം, പൂനൂരിന് ശേഷം. ആ സംവാദം കാർമ്മികത്വം വഹിക്കാൻ ഏറ്റെടുത്തത് ഷംസുൽ ഉലമയാണ്. അവിടെ ഉച്ചയ്ക്ക് തന്നെ കക്കോടൻ മൂസഹാജി മമ്മു ഹാജിയുടെ വീട്ടിൽ ഷംസുൽ ഉലമ എത്തി. വഹാബികളും അവരെ കേന്ദ്രത്തിലെത്തി. രാത്രി 9 മണിക്കാണ് അന്നൊക്കെ പരിപാടി തുടങ്ങി, ഇശാ നിസ്കരിച്ചിട്ട്. ഇടയിൽ ഇശാ നിസ്കാരം ഉള്ളത് കൊണ്ട് അങ്ങനെയാണല്ലോ. അപ്പോൾ നേരത്തെ തീരുമാനിച്ചു വെച്ച തീരുമാനങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ അസർ നിസ്കാരത്തിന് ശേഷം മുജാഹിദ് നേതൃത്വം വന്നിട്ട് ഷംസുൽ ഉലമയോട് ആവശ്യപ്പെട്ടു, നമ്മൾ വയനാട് തണുപ്പാണ്, 9 മണി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പ്രയാസമല്ലേ, നമുക്ക് മഗ്രിബ് നിസ്കരിച്ച് തുടങ്ങാൻ എന്നാക്കണം. അപ്പോൾ വ്യവസ്ഥ തർക്കിക്കാണ് സത്യത്തിൽ. അത്
9 മണിക്ക് പരിപാടി തുടങ്ങാൻ സെറ്റാക്കി, നേരത്തെ സമിതികളൊക്കെ ഉണ്ടാക്കി, സ്റ്റേജൊക്കെ 2 കൂട്ടരും അങ്ങനെ കെട്ടിവെച്ചത് പരിപാടി നടക്കേണ്ട അന്ന് വന്നിട്ട് ശംസുൽ ഉലമയോട് പറഞ്ഞു പരിപാടി മാരി ബിസ്ക്കറ്റ് തുടങ്ങണമെന്ന്. ശംസുൽ ഉലമക്ക് പൂനൂർ ഓർമ്മയായി. മൂപ്പരെന്ത് പറഞ്ഞു? ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പം അത് നടന്നില്ലല്ലോ, ശംസുൽ ഉലമ സമ്മതിക്കാണല്ലോ. തിരിച്ചു പോയി 5 മണിക്ക് രണ്ടാമതും വന്നു. 2ാം തവണ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. അതെന്താ? ചോദ്യം മറുപടി എന്നത് മാറ്റിയിട്ട് അരമണിക്കൂർ ഒരു വിഭാഗം പ്രസംഗിക്കുക, അരമണിക്കൂർ മറ്റേ വിഭാഗം പ്രസംഗിക്കുക. ഇവരെ പ്രസംഗത്തിൻ്റെ മറുപടി മറ്റൊരു പ്രസംഗത്തിൽ ഉണ്ടായാൽ മതി. അങ്ങനെ അരമണിക്കൂർ 3 മണിക്കൂർ പോകുമ്പോൾ ഓരോരുത്തർക്ക് 3 വേദി കിട്ടും. 6 വേദി മൊത്തം ഉണ്ടാവും. അങ്ങനെ ആക്കി മാറ്റണം, ചോദ്യോത്തരം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ശംസുൽ ഉലമ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതും സമ്മതിച്ചു. അവിടുന്ന് അപ്പോഴും തിരിച്ചു പോന്നു. 3ാമത്തെ തവണ മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പായി മൗലവിമാർ 3ാമതും കക്കോളം മൂസാജിൻ്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. അതെന്താ? ആദ്യത്തെ പ്രസംഗം ഞങ്ങൾക്ക് വേണം, അവസാനത്തതും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. തുടങ്ങുന്നതും ഞങ്ങളാവണം, മതിയാക്കുന്നതും ഞങ്ങളാവണം. അതിന് നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ നോക്കാം. ശരി ആയിക്കോട്ടെ നീ ശംസുൽ ഉലമ അതും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പാണ് പോയ പോക്കാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ശേഷം വയനാട്ടിൽ എവിടെ ഒറ്റ മുജാഹിദുമില്ല. അവസാനം ശംസുൽ ഉലമ വയലു പറഞ്ഞു പോന്നു. വാണിയമ്പലം ഉണ്ടായിരുന്നു കൂടെ. ഇതെന്താ ഞാൻ പറഞ്ഞത്? സംവാദങ്ങൾ എവിടെയൊക്കെ അരങ്ങേറിയോ വ്യവസ്ഥമൽ വെച്ച് അത് ഞങ്ങൾ റെഡി എന്ന പ്രതീതി സമൂഹത്തിലുണ്ടാക്കും. നടക്കാതിരിക്കാനുള്ള പണി വ്യവസ്ഥൻ്റെ എഴുതുന്ന നേരത്ത് അവിടെ വെക്കും. വ്യവസ്ഥയിൽ എങ്ങനെയെങ്കിലുമൊക്കെ സമ്മതിച്ചു കൊടുത്ത് വന്നാൽ തന്നെ സ്റ്റേജിൽ എത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ഉടക്കുണ്ടാക്കാൻ നോക്കും. ഈ ഉടക്കുകളിലൊന്നും അവരെ പിടിവിടാതെ ഒപ്പം കൂടി നിർത്തേണ്ടടുത്ത് നിർത്തിയ 2 പ്രതിഭകളാണ് മഹാനായ ശൈഖുന EK മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദഹു, അവിടുത്തെ വലങ്കയ്യായി ഒപ്പത്തിനൊപ്പം നിന്ന സുൽത്താനുൽ ഉലമ ശൈഖുന AP ഉസ്താദ് ത്വബ്ബലല്ലാഹു ഉംറഹു മഹാനവർകളും. ആ 2 വ്യക്തിത്വങ്ങളുടെ പടയോട്ടത്തിൻ്റെ ഫലം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആലിക്കുട്ടി സക്കാഫി പറഞ്ഞു 11 സംവാദങ്ങളിൽ AP ഉസ്താദ് പങ്കെടുത്തു. 6 എണ്ണം അസമൂലിയാരെ കൂടെയാണ്, 5 എണ്ണം AP ഉസ്താദിൻ്റെ കാർമ്മികത്വത്തിൽ അസമൂലിയർ കൂടെ ഇല്ലാതെയാണ്. ഞാനവിടെ ഓർമ്മപ്പെടുത്തുന്നത് അതിലേറ്റവും പരമപ്രധാനമായത് കൊട്ടപ്പുറമാണ്. എന്തുകൊണ്ട്? കൊട്ടപ്പുറം അല്ലാത്ത ഇപ്പം ഈ 5 എണ്ണത്തിൽ കൊട്ടപ്പുറം പെടൂലേ? AP ഉസ്താദ് സ്വന്തം നയിച്ച 5 എണ്ണം, അസമൂലിയാരെ കൂടെ നയിച്ചത് 6 എണ്ണം, അങ്ങനെ 11. എന്നാൽ 5 എണ്ണം അസമൂലിയാർ ഇല്ലാതെയാണ് നയിച്ചതെങ്കിൽ 5ാമത്തെ കൊട്ടപ്പുറമാണ് അതിലെ പ്രാധാന്യമർഹിക്കുന്നത്. എന്താ കാരണം? അതൊഴിച്ച് ബാക്കി 4ഉം അസമൂലിയാർ സ്റ്റേജിലില്ലെങ്കിലും അസമൂലിയാർ ഇവിടെ നാട്ടിലുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഒരു ധൈര്യം അസമൂലിയാരുണ്ടാ എല്ലാവർക്കും ധൈര്യമാണ്. അപ്പോൾ അസമൂലിയാർ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാലത്താണ് സന്നിഹിതനാവാൻ പ്രതിബന്ധങ്ങളുണ്ടായതിൻ്റെ പേരിൽ അസമൂലിയാരെ സാന്നിധ്യമില്ലാതായി പോയെന്നേ ഉള്ളൂ. അതേസമയം കൊട്ടപ്പുറം സംവാദം നടക്കുമ്പോൾ അസമൂലിയാർ ഭൂമിക്ക് മുകളിലില്ല. അതുകൊണ്ട് തന്നെയാണ് കൊട്ടപ്പുറത്തൊരു സംവാദത്തിന് വെല്ലുവിളിക്കാനും സുന്നികൾ വെല്ലുവിളിച്ചാൽ ഉടനെ സ്വീകരിക്കാനും അസമൂലിയാർ ഭൂമിക്ക് മുകളിൽ നിന്ന് പോയതുകൊണ്ട് ഇനി അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല എന്ന ധൈര്യത്തിൽ മുജാഹിദുകൾ അതിന് തയ്യാറായി വന്നത്. ആ കൊട്ടപ്പുറം സംവാദം അതുപോലെ AP ഉസ്താദ് ആയിരക്കണക്കിന് പ്രദേശങ്ങളിൽ നടന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചരണങ്ങൾ നടത്തുകയും ആശയങ്ങൾ വിസ്തരിച്ചു കൊടുക്കുകയും സംവാദങ്ങളിൽ ഏർപ്പെട്ട് മറുഭാഗത്തെ മലർത്തിയടിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം പരാജയപ്പെടുത്തുകയും ചെയ്ത ആ പ്രവർത്തനങ്ങളാണ് ജനമനസ്സുകളിലേക്ക് AP ഉസ്താദിനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. സമസ്ത പിളരുമ്പോൾ SSF എന്ന പൂർണ്ണ സംഘടന, SYS എന്ന പൂർണ്ണ ബഹുജന സംഘടന, അക്കാലത്ത് ദർസുണ്ടായിരുന്ന മുഴുവൻ മുദരിസുമാരും
വയല് പറയാഞ്ഞുകൊണ്ട് സ്റ്റേജിൽ അരങ്ങേറിയിരുന്ന എല്ലാ ഉസ്താദുമാരും AP ഉസ്താദിൻ്റെ കൂടെ നിൽക്കാനുണ്ടായ കാരണം സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശരംഗത്ത് ഉസ്താദ് നേടിയെടുത്ത ഈ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. സംഘടന മാത്രമൊന്നുമല്ല, റിസാല, സിറാജ്, സുന്നി വോയിസ്, സുന്നത്ത്, നേരത്തെ പ്രസ്ഥാനം നടത്തി വരുന്ന പത്രങ്ങളും SYS, SSF തുടങ്ങിയ പൂർണ്ണ സംഘടനയും ഒക്കെ എല്ലാ ശക്തിയും അപ്പുറത്തുള്ളവർ കൊണ്ടുപോയിട്ടും AP ഉസ്താദിൻ്റെ കൂടെ എല്ലാവരും ഒന്നിക്കാൻ കാരണം എന്താണ്? ഈ ആശയപ്രചരണ രംഗത്ത് ഇത്ര വലിയ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വേദികളിലൂടെ, സംവാദവേദികളിലൂടെ AP ഉസ്താദർക്ക് കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇന്നും മഹാനായ AP ഉസ്താദ് നമ്മോടൊപ്പം നമുക്ക് തണലായി നിലനിൽക്കുന്നു. അള്ളാഹു ഒരുപാട് കാലം കൂടുതൽ ആരോഗ്യത്തോടെ ആഫിയത്തോടെ നമുക്കൊപ്പം നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ മൈക്ക് അടുത്ത സഹകാരിക്ക് കൈമാറുന്നു. ഇൻഷാ അള്ളാഹ് ബാക്കി വിഷയങ്ങൾ, സംവാദവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ കൂടെയുള്ളവരുടെ ചർച്ചയ്ക്കനുസരിച്ച് നമുക്ക് ഓരോന്നിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും. സംവാദത്തിൻ്റെ വിശദമായ ചരിത്രങ്ങൾ ഈ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ കൃത്യമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. ഇനി എന്താണ് ഈ സംവാദങ്ങളിലേക്ക് നയിക്കാനുണ്ടായ കാരണങ്ങൾ? ആ സംവാദം കേരളീയ മുസ്ലിങ്ങൾക്കും സുന്നികൾക്ക് പ്രത്യേകിച്ചും നൽകിയ ഫലങ്ങളും അതിൻ്റെ ഫലങ്ങൾ എന്തായിരുന്നു എന്ന തരത്തിലുള്ള ആലോചനകളാണ് ഇനി ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, സ്വഹാബത്തിൻ്റെ കാലഘട്ടങ്ങളിലോ താബിഈങ്ങളുടെ കാലഘട്ടത്തിലോ വലിയ സംവാദങ്ങളൊന്നും കാര്യമായി നടന്നിട്ടില്ല എങ്കിൽ തന്നെയും ആ ഒരു കാലഘട്ടം സലഫ് സാലിഹീങ്ങളും മഹാന്മാരായ സഹാബത്തും ഒക്കെ ഉള്ള കാലമായതിനാൽ കൃത്യമായി അഖീദയെക്കുറിച്ചും ആദർശങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധമുണ്ടായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സംവാദങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നീട് ഏറെക്കുറെ മുഅ്തസില വിഭാഗവും ഉയർന്നു വരികയും അങ്ങനെ ഫലാസിഫത്തും ഒക്കെ ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വരികയും ഒരുപാട് ഗ്രീക്ക് വിജ്ഞാനങ്ങൾ ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വന്നതിന് ശേഷമാണ് സംവാദങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ സജീവമാകുന്നത്. ഈ പശ്ചാത്തലം തന്നെയാണ് കേരളത്തിലേക്ക് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും വലിയ സംവാദങ്ങൾ, 1920-കൾക്ക് മുമ്പൊന്നും വലിയ സംവാദങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം യൂറോപ്യൻ ആധുനികതയുടെ ആശയ സംഹിതകൾ സ്വീകരിച്ചുകൊണ്ട് KM മൗലവിയെ പോലെയുള്ള, വക്കം മൗലവിയെ പോലെയുള്ള ആധുനികതയുടെ തലച്ചോറുള്ള ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് കേരളം സംവാദങ്ങൾ കൊണ്ട് മുഖരിതമാകുന്നത്. ഈ ഒരു സാഹചര്യം അന്ന് തുടക്ക കാലഘട്ടത്തിൽ ഒരു അങ്കലാപ്പ് മുസ്ലിം പണ്ഡിതന്മാർക്ക്, പ്രത്യേകിച്ച് സുന്നി പണ്ഡിതന്മാർക്ക് ഉണ്ടായിരുന്നു. എങ്ങനെ നേരിടണം ഈ പ്രസ്ഥാനങ്ങളെ, അവരുടെ മെത്തഡോളജിയും അവരുടെ രീതിശാസ്ത്രവും എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയെടുക്കുമ്പോഴുണ്ടാകുന്ന തുടക്കത്തിലുള്ളൊരു അങ്കലാപ്പ് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. ഏതുപോലെ പഴയ കാലത്ത് ഫലാസിഫത്തിൻ്റെയും മുഅ്തസില വിഭാഗങ്ങളുമൊക്കെ ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വന്ന സമയത്ത് അവരെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും അവരെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ അന്നത്തെ പണ്ഡിതന്മാർ കൃത്യമായി ശ്രമിച്ചതിൻ്റെ ഫലത്തിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷമാണ് കൃത്യമായ പ്രതിരോധം ഉണ്ടാകുന്നത്. ഇങ്ങനെ ആദ്യമായി വന്ന പ്രതിരോധങ്ങളിൽ ഒന്നാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, റഷീദുദ്ദീൻ മുസ്ലിം മുസ്ലിയാർ, അതേപോലെ തന്നെ അതിനുശേഷം വന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഷംസുൽ ഉലമ, വാണിയമ്പലം ഉസ്താദ്, അങ്ങനെ തുടങ്ങി EK ഹസൻ മുസ്ലിയാർ, ശേഷം AP ഉസ്താദ് വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു നിര അതിനുശേഷമാണ് പിന്നീട് ഉയർന്നു വരുന്നത്. ഈ EK ഹസൻ മുസ്ലിയാരുടെയും AP ഉസ്താദിൻ്റെയും സംവാദങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി, പ്രത്യേകിച്ച് AP ഉസ്താദിൻ്റെ പ്രവർത്തന രീതികൾ കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഉസ്താദ് ആ കാലഘട്ടത്തിലുള്ള അധികാരങ്ങളെയും അവിടുത്തെ രാഷ്ട്രീയ മേലാളന്മാരെയൊക്കെ മനസ്സിലാക്കുകയും ഈ വഹാബിസത്തെയും ഈ വിദഈ ആശയങ്ങളെയും സാധ്യമാക്കുന്ന ആശയങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അവരുടെ അധികാരബന്ധങ്ങളും അവരുടെ രാഷ്ട്രീയ ശേഷിയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സുന്നികൾ അടിച്ചമർത്തുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉസ്താദിനുണ്ടായതിനു ശേഷമാണ് അത്തരം അധികാരബന്ധങ്ങൾ തകർത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് മുന്നോട്ട് വരുന്നത്. അങ്ങനെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ, അതേപോലെ തന്നെ ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ സുന്നി ഐഡൻറ്റിറ്റി കൃത്യമായി ഫോം ചെയ്യുകയും അങ്ങനെ സുന്നികളെ കൂടുതൽ കരുത്തുറ്റവരാക്കി അവരുടെ
പഴയ കാലത്ത് പ്രമാണിമാരായിരുന്നു മഹല്ലുകളും മറ്റു സംവിധാനങ്ങളൊക്കെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രമാണിമാരിലൂടെയാണ് വഹാബിസം കേരളത്തിലേക്കും കടന്നു വന്നത്. ആദ്യകാലഘട്ടത്തിൽ മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്നത് അക്കാലത്തുള്ള പ്രമാണിമാരുടെ ഐക്യസംഘമായിരുന്നു. അങ്ങനെ അതിനുശേഷം വന്ന പൂനൂരിലുള്ള ഉസ്താദിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, പൂനൂരിൽ ഒരുപാട് പ്രമാണിമാരുണ്ടായിരുന്നു. ആ പ്രമാണിമാരെല്ലാം വഹാബിസത്തിൻ്റെ ആളുകളായി തീരുകയും അങ്ങനെ അവിടുത്തെ പ്രമാണിമാർ അവിടുത്തെ പണിക്കാരെ വഹാബിസത്തിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് ഇത്തരം പ്രമാണിമാരാണ്, ഇത്തരം രാഷ്ട്രീയ മേലാളന്മാരാണ് ഈ വഹാബിസത്തെ സാധ്യമാക്കിയത് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഈ അധികാരബന്ധങ്ങളെ ചോദ്യം ചെയ്യാതെ, ഈ അധികാരബന്ധങ്ങളെ തകർത്ത് കളയാതെ കേരളത്തിൽ സുന്നികൾക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഇത്രയും വലിയ വിശാലമായ സംവിധാനങ്ങൾ. ആദ്യ കാലഘട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ സാംസ്കാരികമായി കൂടി വഹാബികൾ വളരെ ഉയർന്ന തരത്തിലായിരുന്നു. അവർ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ നവോത്ഥാന നായകരായ വിദ്യാഭ്യാസ പ്രവർത്തകരായും ഒക്കെ മനസ്സിലാക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ പണ്ഡിതന്മാരും ഉലമാക്കളുമൊക്കെ പിന്തിരിപ്പന്മാരും മുസ്ലിം പണ്ഡിതന്മാരൊക്കെ വളരെ മോശമായി സമൂഹം കണ്ടിരുന്നൊരു കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദിൻ്റെ സംവാദങ്ങളും പടയോട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ, ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ ഇത്തരം അധികാര ബന്ധങ്ങൾ തകർക്കുകയും ആ തകർത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ ഇത്രയും വലിയ ഇസ്സത്തോടുകൂടെ വളരെ കരുത്തോടുകൂടെ കേരളീയ സുന്നികൾ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് പഴയ കാലഘട്ടത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് 1970 ശേഷമുണ്ടായ ഗൾഫ് ബൂമിന് ശേഷം പാവപ്പെട്ട മുസ്ലിങ്ങളുടെ പണം സമാഹരിച്ചുകൊണ്ട് ഇവിടെ പ്രമാണിമാർക്ക് വിരുദ്ധമായ അധികാരബലത്തെ സ്ഥാപിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുന കടന്നു വരുന്നത്. ഇങ്ങനെ ഉണ്ടായ വിപ്ലവങ്ങളുടെ ഫലങ്ങളാണ് ഇന്ന് നമ്മൾ ഇത്രയും വിശാലമായ സ്ഥാപനങ്ങളായും വിശാലമായ സംഘടനാ പ്രവർത്തനങ്ങളായും ഇന്ത്യയിലുടനീളം ലോകത്തുടനീളവും വ്യാപിച്ചു കിടക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ സാധ്യമായത് ഉസ്താദിൻ്റെ ഈ വലിയ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ അടക്കമുള്ള ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയൊക്കെ പട്ടിക്കാട് ജാമിഅ നൂരിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ഒരുപാട് മുസ്ലിം സുന്നി പള്ളികൾ, പട്ടാളം പള്ളി പോലെ, മുഹിദ്ദീൻ പള്ളി പോലെ, ഷാദിലി പള്ളി പോലെ കൃത്യമായ ഇസ്ലാമിക അടയാളമുള്ള സുന്നി അടയാളമുള്ള പള്ളികൾ പോലും വഹാബികൾ കൈക്കലാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ രാഷ്ട്രീയ ബന്ധങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ സാധ്യമാക്കിയത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ബദൽ രാഷ്ട്രീയ ഹയറാർക്കി, ഒരു അധികാര ശ്രേണി ബഹുമാനപ്പെട്ട ശൈഖുന സ്ഥാപിച്ചു. ആ അതുകൊണ്ട് തന്നെയാണ് ഉസ്താദിൻ്റെ സംവാദങ്ങളും ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളും പൂർവ്വകാല പണ്ഡിതന്മാരിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാകുന്നത് എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഇനി എന്തെങ്കിലും ഓഡിയൻസിനോട് ഇടപെടാനോ ചർച്ച ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഉസ്താദ് പറഞ്ഞിരുന്നത് സുന്നികൾ പ്രധാനമായിട്ടും 3 വിഭാഗത്തോടാണ് സംവാദം നടന്നിരുന്നത്. കൊടിയത്തൂർ ഖാസിമാരോടും വഹാബിസത്തോടും ചേകന്നൂരിസത്തോടും. ഈ ക്രിസ്ത്യൻസിനോട് സംവാദം നടന്നതായി പറയപ്പെടുന്നത് കേൾക്കാറുണ്ട്. ക്രിസ്ത്യൻസിനോട് സംവാദം നടന്നതായി കേൾക്കുന്നതൊരു വ്യാജ വാർത്തയാണ്. എൻ്റെ നാട്ടിൽ എടക്കരയാണ്. അത് എടക്കരയിലാണ് ഖുർആനും ബൈബിളും എന്ന ഒരു സമ്മേളനം നടത്തിയത്. 10,000 ജനങ്ങൾ സംബന്ധിച്ചൊരു വലിയ വേദിയായിരുന്നു. ആ വേദിയിൽ ശംസുൽ ഉലമയെ കൊണ്ടുപോയതും കൂടെ നിന്നതും തിരിച്ചു കൊണ്ടുവന്നതും എല്ലാ ഹിദുമത്തും ഒപ്പം ചെയ്ത് നടന്നിരുന്ന ആൾ വിനീതനായ ഞാനാണ്. അന്ന് ഞാൻ നന്ദിയിൽ പഠിക്കുകയാണ്. 81 ആ സംഭവം. അവിടെ ഉണ്ടാവാനുള്ള കാരണം മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന മർക്കസുൽ ബിഷാറ എന്ന ഫാദർ അലവിയുടെ നേതൃത്വത്തിലുള്ള, അലവി എന്നൊരു ആഫ് മൊയ്ലിയാർ മദ്രസ മുഅല്ലിം ക്രിസ്ത്യാനിയായി ഫാദർ അലവി എന്ന പേരിൽ അറിയപ്പെടുകയും അയാൾ ഒതുക്കങ്ങൽക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ മഞ്ചേരിയിൽ ഒരു മർക്കസുൽ ബിഷാറ പ്രവർത്തനം ആരംഭിക്കുകയും അവിടെ നിന്ന് അടിച്ചുവിടുന്ന നോട്ടീസുകളും ലഘുലേഖകളും മലബാറിൻ്റെ എല്ലാ ഭാഗത്തും അഴുക്ക് ചാലിലൊക്കെ കിടക്കുമ്പോൾ അതിലൊക്കെ ഖുർആൻ്റെ ആയത്തുകളുണ്ടാകും അച്ചടിച്ചിട്ട്. അതിൽ വ്യാഖ്യാനം അവർ പറയുന്നത് കൊടുത്തിട്ടുണ്ടാവും. ഈ ഈസാ നബിയാണ് മുന്തിയ ആൾ മുഹമ്മദിനേക്കാൾ എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഏതെങ്കിലും ആയത്ത് കൊടുത്തിട്ട് ഇങ്ങനെ.
ഇതെല്ലാം കണ്ടിട്ട് എടക്കരയിലെ ചീരാന്തൊടിക മൊയ്തീൻ എന്ന ഒരു കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യ, 4 മക്കൾ, ചെറിയ കുട്ടികൾ, അവർ ക്രിസ്ത്യാനി മതത്തിലേക്ക് പോയി. അവരാ ക്രിസ്ത്യാനി മതം സ്വീകരിച്ച ആ നിമിഷം ആ നാട് വിട്ടിട്ടുണ്ട്. അവർ പിന്നെ മാനന്തവാടിയിൽ അവരുടെ കേന്ദ്രത്തിലാണ്. എന്നാൽ 3 വലിയ മക്കൾ, ഹംസ, അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള 3 വലിയ മക്കൾ ഇന്നും അവരൊപ്പം പോകാതെ എടക്കരയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഈ മൊയ്തീൻ്റെ 3 മക്കൾ. എന്നിട്ട് ക്രിസ്ത്യാനികളുമായി സംവാദം നടത്തിയെന്ന് പറയുന്ന ആളുകൾ എന്താ പറയുന്നത്? എടക്കരയിൽ നിന്ന് 80ഓളം കുടുംബങ്ങൾ ക്രിസ്ത്യാനിയായി, അല്ലേ? ഒരു ഫാദർ മുണ്ടക്കൻ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാറുണ്ട്. ഈ ഒരു കുടുംബമല്ലാതെ ക്രിസ്ത്യാനി ആയിട്ടില്ല, അക്കുടുംബം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അതിനെതിരിൽ ഒരു ഖണ്ഡന പ്രസംഗമാണ് എടക്കരയിൽ നടന്നത്. 1-ാമത്തെ ദിവസം കുറേ അച്ഛന്മാർ വന്നു, നിലത്തിങ്ങനെ ഓല വിരിച്ചിട്ടിരുന്നിരുന്നു. 2-ാമത്തെ ദിവസം അവരൊന്ന് ഒരുങ്ങി തയ്യാറായി സദസ്സിൽ മുൻനിരയിൽ 15ഓളം അച്ഛന്മാർ, ഫാദരിമാർ വന്നു. ശംസുൽ ഉലമ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഫാദർ എണീറ്റ് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഒരു ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചിട്ട് അപ്പോൾ ശംസുൽ ഉലമ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനെതിരിൽ തോന്നിപ്പിക്കുന്നൊരു വരി ഇംഗ്ലീഷിൽ വായിച്ചു. അപ്പോൾ നിങ്ങളാ പറയുന്ന അനുസരിച്ച് ഇവിടെ എങ്ങനെയാണല്ലോ പറയുന്നത്, അപ്പോൾ അത് തെറ്റല്ലേ എന്ന് ഇദ്ദേഹം വായിച്ചത് ചോദിച്ചപ്പോൾ ആ കയ്യിലുള്ള പുസ്തകത്തിൻ്റെ ശൈലി കണ്ടിട്ട് ഉസ്താദ് ചോദിച്ചു, നിങ്ങളിപ്പോൾ വായിക്കുന്ന പേജ് നമ്പർ എത്ര? നമ്പർ പറഞ്ഞു. 4 പേജ് ബാക്കിക്ക് മറിക്കുമെന്ന് പറഞ്ഞു. ബാക്കിക്ക് മറിച്ചിട്ട് ആ പേജിൽ ഇങ്ങനെ ഇല്ലേന്ന് ശംസുൽ ഉലമ ഇംഗ്ലീഷിൽ അങ്ങ് വായിക്കാൻ തുടങ്ങി. ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ പറഞ്ഞ എന്തായി? അയാൾ അതോടെ ഇരുന്നു. പിന്നെ ഒരു ചോദ്യവും പിന്നെ ഉണ്ടായിട്ടില്ല. ഇതിന് സംവാദമെന്ന് പേരുണ്ടെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇതേ നടന്നിട്ടുള്ളൂ. സുന്ദരമായി വയല് പറഞ്ഞ് അവസാനിപ്പിച്ച് 2-ാമത്തെ ദിവസം അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയും ചെയ്തു. വേറെ ഒന്നും ഒരു സംവാദവും അവിടെ നടന്നിട്ടേ ഇല്ല. നടക്കാത്ത പലതും പറയാറുണ്ട്. വേറെ ചില ആളുകൾ ശംസുൽ ഉലമക്ക് ഇമേജ് ഉള്ളതിനേക്കാൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി, ശംസുൽ ഉലമ നല്ല ഇമേജുള്ള ആൾ തന്നെയാണ്, പക്ഷേ കളവ് പറഞ്ഞിട്ട് ഒരാളെ വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് ഏപ്പിസ്ഥാനെ വലുതാക്കാൻ വേണ്ടി നമ്മൾ കുറേ ഇല്ലാ കഥകൾ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഉള്ളത് പറഞ്ഞാൽ തന്നെ എ പി ഉസ്താദ് എത്ര മേലെയാണ്. ആ അർത്ഥത്തിൽ ശംസുൽ ഉലമക്ക് എടക്കരയിൽ സ്വന്തമായി ഒരു സ്റ്റേജായിരുന്നു. സ്റ്റേജും ഒരു മറ്റൊരാളും കയറാൻ പാടില്ല എന്ന് നിബന്ധന വെച്ചിരുന്നു. ആ നിബന്ധന വെക്കാനെന്തായ കാരണമെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. പിന്നീടാണ് മറ്റേ തൃപ്പഞ്ചി മഹമൂലിയർ പറഞ്ഞു, ശംസുൽ ഉലമ അങ്ങനെ ഉപാധി വെക്കാൻ കാരണം എന്താണ്? അവിടെ ഖിളിർ നബി ഹാജരായിരുന്നു. അപ്പോൾ ഖിളിർ നബിൻ്റെ കൂടെ ഇരിക്കാൻ ഇന്ന് ഭൂമിയിൽ യോഗ്യതയുള്ള ആൾ ശംസുൽ ഉലമ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ആ സ്റ്റേജിൽ ഉണ്ടാവരുതേ എന്ന് തൃപ്പഞ്ചി മഹമൂലിയർ പറഞ്ഞു എന്നൊക്കെ പ്രസംഗിക്കുന്ന വലിയ പ്രഭാഷകന്മാരുണ്ട്. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഖിളിർ നബിൻ്റെ സ്റ്റേജുമ്പോൾ കൂടിയാളാണ് ഞാനും. കാരണം ഞാനടക്കം 20ഓളം ആളുകൾ എടക്കര ആ സ്റ്റേജിൽ ശംസുൽ ഉലമൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. ആ സദസ്സെന്ന് ഫാദർ ആ ബൈബിൾ എടുത്തിട്ട് വായിച്ചപ്പോൾ ഷെയ്ഖുന എന്നോട് പറഞ്ഞു, എടാ ആ ബാഗ് എടുക്ക്. ഞാൻ ആ ബാഗ് എടുത്തു കൊടുത്ത് ആ ബാഗിൽ നിന്ന് ഉസ്താദ് ഒരു ബൈബിൾ എടുത്തിട്ട് ബാഗ് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് ബൈബിൾ മറിച്ചിട്ട് പറഞ്ഞു ആ ഫാദറോട്, നിങ്ങളിപ്പോൾ വായിച്ച അതേ ബൈബിളാണ് എൻ്റെ കയ്യിലുള്ള ഇതെന്നാണെന്നറിയോ നിങ്ങൾക്ക്? ഇത് ഇന്ത്യ സന്ദർശിക്കാൻ വത്തിക്കാനിൽ നിന്നും ഒരു സംഘം ഫാദർമാർ വന്നു. ആ സന്ദർശനത്തിനിടയിൽ വെല്ലൂർ ബാക്കിയാത്ത് കാണാൻ വന്നു. ബാക്കിയാത്തിൽ ഞാനന്ന് മുദരിസാൻ. അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കുന്ന എൻ്റെ ഡോറിൻ്റെ മുമ്പിൽ ഈ ഫാദർമാർ എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർ എൻ്റെ അടുത്ത് കയറി വന്നു. ഞാനുമായി സംവദിച്ചു. മതങ്ങൾ സംബന്ധമായി കുറച്ച് കാര്യങ്ങളൊക്കെ തർക്കിച്ചു. അന്ന് ആ തർക്കത്തിൻ്റെ അവസാനം നിങ്ങൾ ഇത് വായിച്ചു പഠിക്കണമെന്ന് പറഞ്ഞ് റോമിൽ നിന്ന് വന്ന ആ ഫാദർ എനിക്ക് സമ്മാനിച്ച ബൈബിളാണിത്. ഇതെന്നെ നിങ്ങളെ കയ്യിലുള്ളത്. ഇത് എടുത്തു കൊടുത്ത ആൾ വരെ ഞാനാണ്. എൻ്റെ വാപ്പുണ്ട് അവിടെ, ഞങ്ങളുടെ നാട്ടിലെ 2 ഖാദിമാരുണ്ട് അവിടെ, 3 മഹലിൻ്റെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മറന്നിട്ട് ശംസുൽ ഉലമക്ക് ഒറ്റക്കൊരു സ്റ്റേജ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. ആ അസംബന്ധം പോലത്തെ അസംബന്ധമാണ് സംവാദം എന്ന് പറയുന്നതും. ഇത്രയേ അവിടെ നടന്നിട്ടുള്ളൂ. എ പി ഉസ്താദ്
ഗണ്ണന പ്രസംഗ വേദികളിലും. ഇപ്പോഴത്തെ തലമുറ ഒന്നും എ പി ഉസ്താദിൻ്റെ ഗണ്ണന പ്രസംഗം കേട്ടിട്ടില്ല. ഗണ്ണന പ്രസംഗത്തിന് ഇപ്പോൾ ആവതുമില്ല, ആഫിയത്തും കുറവാണ്. പുതിയ തലമുറയിലുള്ളവർ എ പി ഉസ്താദിൻ്റെ ആ പ്രൗഢമായ കാലഘട്ടം കാണാത്തവരാണ്. എ പി ഉസ്താദും അസമൂലിയാരും മറ്റു പണ്ഡിതന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, എ പി ഉസ്താദിൻ്റെ ഭാഷ വളരെ സ്ഫുടമായിരിക്കും, കേൾക്കാൻ നല്ല ആനന്ദകരമായിരിക്കും, ഏത് സാധാരണക്കാരനും മനസ്സിലാവും. ഏത് സാങ്കേതിക പദവും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ പറഞ്ഞു കൊടുക്കും. മറ്റു പണ്ഡിതന്മാർ പലരും വാദപ്രതിവാദത്തിലും ഗണ്ണപ്രസംഗത്തിലും ഒക്കെ ആലമ്പാടി ഉസ്താദ് വയലു പറഞ്ഞ പോലെ എന്നൊരു ചരിത്രമുണ്ട്. എന്ന മാതിരിയാണ് 10 ദിവസത്തെ വയലു വെച്ചിട്ട് ആ 10 ദിവസം വയലു പറഞ്ഞപ്പോൾ മൂപ്പര് ആലമ്പാടി ഉസ്താദ് കാസർഗോട്ടുകാരനാണ്. വയലിൽ ഇങ്ങനെ അറബി പദം ദർശനത്തെ പരിചയമല്ലേ, ദർശനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് 3 ദിവസത്തെ വയലു കഴിഞ്ഞപ്പോഴും അറബി വാക്ക് ഇങ്ങനെ കൂടുതലായതുകൊണ്ട് ജനങ്ങൾക്ക് വയലു മനസ്സിലാവില്ല. കമ്മിറ്റിക്കാർ പരാതി പറഞ്ഞു, ഉസ്താദ് എങ്ങനെ ഉണ്ടെന്ന് തിരുത്തണം. അപ്പോൾ 4-ാമത്തെ ദിവസം ആലമ്പാടി ഉസ്താദ് വയലു പറയാൻ, മാന്യമഹാജനങ്ങളെ, മാതിയായ അയ്യാമ്പിൽ എൻ്റെ അക്സർ കലാം അറബിയത്ത് ഗാലിബായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ തഫഹൂമ താസുറായല്ലേ, ഞാൻ വല്ലാതെ ഖേദിക്കുന്നു. ഇൻഷാ അല്ലാഹ് സഗീറായ കാലം മുതൽ എൻ്റെ ലിസാനുമല അങ്ങനെ ജാരി ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാണെന്ന്. ഇത് ജനങ്ങൾക്ക് പോലും മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ എ പി ഉസ്താദിൻ്റെ വിവരണത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അത് വളരെ സ്ഫുടമായിരിക്കും, കൃത്യമായിരിക്കും. അത് കേൾക്കാൻ ആനന്ദകരമായ നല്ല ഭാഷാശുദ്ധി ഉണ്ടാവും. പിന്നെ നല്ല പ്രൗഢമായ വെല്ലുവിളിയും എന്തിനേയും ആരുടെയും വാദത്തെ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പും നല്ല ചൊറു. അന്ന് എ പി ഉസ്താദ് ഇങ്ങനെയൊന്നുമല്ല. എ പി ഉസ്താദ് വളരെ സ്കെൽറ്റ് മനുഷ്യനായിരുന്നു. എ പി ഉസ്താദിനെ കൂട്ടിപ്പിടിച്ചാൽ പിടിക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല. ആ ഗണനപ്രസംഗം നടക്കുന്ന കാലത്ത് എൻ്റെ വാപ്പയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, കുറച്ച് ഭക്ഷണം കഴിച്ച് കിട്ടിയെങ്കിൽ. എ പി ഉസ്താദിന് എൻ്റെ വാപ്പയുള്ള ബന്ധം നേരത്തെ അദ്ദേഹം പറഞ്ഞ മരുതയാണ്. ഉസ്താദ് ചെറുപ്പം മുതൽക്ക് തന്നെ ഈ വിഷയത്തിൽ സംഘടനയ്ക്ക് വരുന്നതിൻ്റെ മുമ്പ്, നേതാക്കന്മാർ മൂപ്പരെ അറിയുന്നതിൻ്റെ മുമ്പ് മരുത എന്ന് പറഞ്ഞ സ്ഥലത്ത് സംവാദത്തിന് വ്യവസ്ഥക്ക് വരികയാണ്. ആരാ വരുന്നത്? ഈ മരുത സംസ്ഥാനക്കാരെ നാടാ. സദക്കത്തുള്ള ഉസ്താദ് അവിടെ കാളിയാണ്. അവിടെയാണ് സംവാദത്തിന് വ്യവസ്ഥ ചെയ്താൻ വരുന്നത്. ആരാ വരുന്നത്? അസമൂലിയാരും വാണിയമ്പലവും കോട്ടുമല ഉസ്താദും കൂറ്റനാട് ഉസ്താദും വണ്ടൂരിൽ നിന്ന് സദക്കത്തുള്ള ഉസ്താദും ഒക്കെപ്പാടെ ഒരു ജീപ്പിൽ വരികയാണ്. ആ ജീപ്പിൽ ഇടക്കരയിൽ നിന്ന് ജമാൽദ്ദീൻ മുസ്ലിയാരെ കയറ്റണം. വഴിക്കളവ് പള്ളിയിലെ എൻ്റെ വാപ്പ കാളി, അവിടുന്ന് എൻ്റെ ഉപ്പാനെയും കയറ്റണം. എന്നിട്ട് 6 കിലോമീറ്റർ ഉൾഗ്രാമത്തിലുള്ള നടന്നു മാത്രം പോകാൻ പറ്റുന്ന പൊടി പാറുന്ന പഞ്ചായത്ത് റോഡിൽ 2 പുഴ ഇറങ്ങിക്കിടന്ന് അക്കരത്തേണ്ട സ്ഥലം വരുത. 6 കിലോമീറ്റർ നടക്കണം. അപ്പോൾ അവിടേക്ക് പോകാൻ അസർ നിസ്കരിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഒരു മൊയ്ലിയാർ, മെലിഞ്ഞൊരു മൊയ്ലിയാർ പള്ളിക്ക് കയറി വന്നു. അസർ നിസ്കരിച്ച് ചായ കുടിച്ചിരിക്കുക എൻ്റെ ഉപ്പയും കൂട്ടുകാരും. സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹൗള എവിടെ? അങ്ങേ പുറത്താണ്. നിസ്കരിച്ചിട്ടില്ല, ഇല്ല, ഒന്നെടുത്ത് നിസ്കരിക്കി. ഇയാൾ നിസ്കരിച്ച് വന്നപ്പോഴേക്ക് എൻ്റെ ഉപ്പ ചായ കൊണ്ടിട്ട് അവിടെ വെച്ചു. നിങ്ങളെ നാട് എവിടെയാണ്? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് എവിടെയാണ്? താമരശ്ശേരി അടുത്ത് പൂനൂരാണ്. പിന്നെ വർത്താനമൊന്നുമില്ല. എന്നിട്ട് ഇദ്ദേഹം ചായ കുടിക്കുന്നിടയിൽ ചോദിച്ചു വാപ്പാനോട്, നാട്ടിലെ കാതിയാണല്ലോ, ഈ മരുത എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എങ്ങനെ പോവാം? വാപ്പ പറഞ്ഞു, നടന്നു പോകണം, ഒരുപാട് നടക്കണമല്ലോ, 6 കിലോമീറ്റർ നടക്കണം, പുഴ ഇറങ്ങി കിടക്കണം. എന്തേ അങ്ങോട്ട്? ഞാൻ അവിടെ എന്തോ ഒരു സംവാദത്തിൻ്റെ അരങ്ങൊരുങ്ങുന്നുണ്ടെന്ന് കേട്ടു, ഞാൻ അതൊന്ന് കാണാൻ വന്നതാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ വഴി പറഞ്ഞു തന്നാൽ മതി, ഞാൻ പോയിക്കോളാം. അപ്പോൾ ഏതായാലും നിങ്ങൾ ചായ കുടിക്കുകയെന്ന് പറഞ്ഞ് ചായ കുടിക്കുന്നതിനിടയിൽ 2 ചെക്കന്മാർ ഉസ്താദ് വിളിച്ചു. അതിലത്തെ ഒരു ചെക്കൻ കുരിക്കൾ കുഞ്ഞായ്മ എന്ന് പറഞ്ഞ ആൾ ഇന്നും ഹയാത്തിലുണ്ട് വഴിക്കടവിൽ. വേറൊരാളെയും ഏർപ്പാടാക്കിയിട്ട്, എടാ നിങ്ങൾ ഈ മുസ്ലിയാരെ മരുതയിൽ കൊണ്ടാക്ക്, ഞാൻ പോകേണ്ട ജീപ്പിൽ പോകാമെന്ന് പറഞ്ഞ് നിർത്താൻ ധൈര്യമല്ല. കാരണം പട്ടിക്കാട് കോളേജിൽ നിന്ന് വരുന്ന ജീപ്പിൽ അവിടുന്ന് കോട്ടുമല ഉസ്താദ് ഉണ്ടാകും, പാലക്കാട് നീക്കി അസമൂലിയാരുണ്ടാകും, വാണിയമ്പലത്തുനിന്ന് പിന്നെ വണ്ടൂരിൽ നിന്ന് സദക്കത്തുള്ള മുസ്ലിയാരും വാണിയമ്പലവും കയറും, ഇടയ്ക്കരന്ന് ജമാൽദ്ദീൻ മുസ്ലിയാർ കയറും. വേറെ ആരൊക്കെ ആ ജീപ്പിലുണ്ടാവുക എന്ന് അറിഞ്ഞൂടാ, ചിലപ്പോൾ കേകം മാത്തോട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിൽക്കി അതിൽ പോകാമെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല, ഈ മുസ്ലിയാരെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടാക്കി 2-3 ദിവസം അവിടെ സംവാദ ചർച്ച നടന്നു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വ്യവസ്ഥൻ്റെ പേരിൽ തെറ്റിപ്പിരിഞ്ഞ് നടക്കാതെ പോയ സംവാദമാണ് മരുത. ആ 3 ദിവസവും ഈ സംവാദ ചർച്ചകൾ കേൾക്കാൻ വേണ്ടി
പല നാട്ടിൽ നിന്നും വന്ന ആളുകളെ കൂട്ടത്തിൽ ഇങ്ങനെയൊരു മുസ്ലിം പള്ളിൻ്റെ ചെരുവിൽ കടന്നുറങ്ങി നാട്ടുകാർ പലർക്കൊക്കെ പാടെ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ച് ഈ നേതാക്കളും എൻ്റെ ഉപ്പ അടക്കമുള്ളവരവിടെ അന്നത്തെ VIP നിലവാരത്തിൽ പുതപ്പും തലയണക്ക് പുതച്ച് ഉറങ്ങുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം നാസ്തയെല്ലാം കഴിഞ്ഞ് ഇതേ ജീപ്പിൽ ഇതേ നേതാക്കന്മാർ എൻ്റെ ഉപ്പയടക്കം തിരിച്ചു വരുമ്പോൾ ഈ കോഴിക്കോട്ടുകാരൻ മൊയിലിയാർ പള്ളിയിൽ നിന്ന് നടന്നിട്ട് 2 കിലോമീറ്റർ നടന്നെത്തിയിരിക്കുന്നു. അപ്പോൾ വാപ്പാക്ക് ഒരു വിഷമം തോന്നിയിട്ട് ജീപ്പിലുള്ളവരോട് പറഞ്ഞു, എൻ്റെ വാപ്പ ചെറിയ മനുഷ്യനാണ്, വാപ്പ പറഞ്ഞു ഞാൻ നിങ്ങളാരുടെയെങ്കിലും മടിയിലിരിക്കുക. ആ മൊയിലിയാർ അന്ന് വന്നിട്ടുണ്ട്, കഷ്ടപ്പെട്ട് ഇവിടെ നിന്നാലേ മൂപ്പരാരായാലും ഇതിന് ഹുബുണ്ടായിട്ട് വന്നാളോ, നമുക്ക് ഈ ജീപ്പിൽ അയാളെ എങ്ങനെയെങ്കിലും കയറ്റിക്കൂടെ. അപ്പോൾ വണ്ടിയിലുള്ളവരൊക്കെ സമ്മതിച്ചു. ആരാ വണ്ടിയിലുള്ളത്? അസമൂലിയരുണ്ട്, വാണിയമ്പലുണ്ട്, സദക്കത്തുള്ള മുസ്ലിയാരുണ്ട്, കോട്ടുമല ഉസ്താദുണ്ട്, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മൊയിലിയാരുടെ അടുത്തെത്തി നിർത്തി, ഇതിൽ കയറിക്കോളി എന്ന് പറഞ്ഞു. ബാപ്പാൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. വഴിക്കടവിലെത്തി. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ബാപ്പയും ഇയാളും ഇറങ്ങി. ഈ മൊയിലിയാർ AP ഉസ്താദാണ്. അന്ന് സംസ്ഥാന ജമിയത്തുൽ ഉലമ രൂപീകരിച്ചിട്ടില്ല. എൻ്റെ പിതാവുമായി AP ഉസ്താദിനുള്ള ബന്ധം അതാണ്, അന്ന് മുതലുള്ള ബന്ധം. അതേസമയം നിങ്ങൾ നോക്കി, AP ഉസ്താദ് തന്നെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താദ് മുത്തല്ലിമായ കാലത്ത് കോളിക്കൽ എന്ന് തോന്നുന്നു, കോളിക്കൽ എന്ന സ്ഥലത്ത് കോഴിക്കോട് ജില്ലയിൽ ഇതേപോലെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാൻ 2 പക്ഷത്തെ നേതാക്കന്മാരും കൂടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കയ്യിലുള്ളൊരു കിതാബും പിടിച്ചിട്ട് അത് കേൾക്കാൻ പോയി. അന്ന് AP ഉസ്താദ് മുത്തല്ലിമ. ആരാ വരുന്നത്? അസമോലിയാരും AP ഉസ്താദും തമ്മിൽ 25ഓളം വയസ്സിന് വ്യത്യാസമുണ്ട്. 37 ജനിച്ച AP ഉസ്താദും 25 ജനിച്ച അസമോലിയാരും 57 വയസ്സ് ആയിക്കോട്ടെ. അപ്പോൾ ഈ AP ഉസ്താദ് മുത്തല്ലിമാകുമ്പോൾ അസമൂലിയാരും വാണിയമ്പലും ആമയൂർ മാമൂലിയരും ഒക്കെ കോളിക്കെല്ലാം തോന്നുന്നു അങ്ങനത്തെ സ്ഥലത്ത് വ്യവസ്ഥയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടി 2 കൂട്ടരും ഒരുമിച്ച് കൂടുന്ന അറിഞ്ഞപ്പോൾ ഞാനും അവിടെ പോയി. ഒരു കിതാബ് പിടിച്ചിട്ട് സദസ്സിൽ പോയി. ആ വ്യവസ്ഥക്കുള്ള കൂടൽ തന്നെ ഒരു സംവാദമായി മാറി. സംവാദത്തിൽ വിജയിച്ച സുന്നികൾ പിറ്റേന്നൊരു ക്യാമ്പ് നടക്കുകയാണ്. ആ ക്യാമ്പിൽ സുന്നികൾക്ക് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും സാസിലുണ്ട്. ഉസ്താദ് പറയാം, അന്ന് ഉസ്താദ് മുത്താലിമാണ്. EK അസം മുസ്ലിയാരുടെ അനുസ്മരണ സമ്മേളനത്തിൽ അസംമൂലിയാരെ നാട്ടിൽ വെച്ച് AP ഉസ്താദ് പ്രസംഗിച്ചതാണിത്. ഞാൻ ആ വേദിയിലുണ്ടെന്ന്. അപ്പോൾ സദസ്സെന്ന് AP ഉസ്താദ് ചോദിച്ചു അത്രേ, എന്താണ് അസംമൂലിയാരെ ഈ വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കാൻ ധൈര്യം കിട്ടുക എങ്ങനെ, അല്ലെങ്കിൽ മറ്റൊരു വെല്ലുവിളിച്ചാൽ അത് ഏറ്റെടുക്കാൻ എങ്ങനെ ധൈര്യം കിട്ടുക എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അസംമൂലിയാരെ മറുപടി, ധൈര്യം കിട്ടണമെങ്കിൽ എന്താ പ്രശ്നം? അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ചോദ്യം മുൻകൂർ തരൂലല്ലോ, എന്താ ചോദിക്കാന്ന് അപ്പം അറിയല്ലുള്ളൂ. ആ എന്ത് ചോദിച്ചാലും അപ്പം പറയണം എന്നുള്ള ഈ തയ്യാറെടുപ്പ് വേണ്ടേ? മുൻകൂർ ചോദ്യം കൈമാറുന്നുണ്ടെങ്കിൽ ഒരു പടി നോക്കായിരുന്നു. അല്ലാതെ എങ്ങനെയാണ് ഇതിന് ധൈര്യം വരെ ഉസ്താദെ എന്ന് അസംമൂലിയാരോട് ഞാൻ അന്വേഷിച്ചപ്പോൾ അസംമൂലിയാരെ മറുപടി, അതിനൊരു പണിയുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ സംസാരിക്കുന്നതും ഹക്കിന് വേണ്ടി മാത്രമാണെന്നും വജിഹില്ലായി അല്ലാത്ത ഒന്നും എനിക്ക് ലക്ഷ്യമില്ലെന്നും ആ നീയത്തിൽ നിങ്ങൾ നിന്നാൽ ആരെന്ത് ചോദിച്ചാലും അള്ളാൻ്റെ ദീനിന് മറുപടി കിട്ടും. ഇത് അസംമൂലിയർ പറഞ്ഞു. ഞാൻ അതാണ്ട് ഏറ്റെടുത്തു. പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ബോധ്യപ്പെടുത്തി യാഥാർത്ഥ്യമാക്കിയത് അസംമൂലിയർ പറഞ്ഞ അതേ കാര്യമാവുന്നു എന്ന് AP ഉസ്താദ് പ്രസംഗിച്ചത് കാണാം. അപ്പോൾ മുത്തല്ലിമായ കാലത്തും സംഘടനക്കാർ അറിയുന്നതിന് മുമ്പുമൊക്കെ ഈ വിദേഹത്തുകാരെ പിടിച്ചു കെട്ടാനുള്ള ആലോചനയിലും ചിന്തയിലുമായിരുന്നു AP ഉസ്താദ് സമൂഹം അറിയുന്നതിന് മുമ്പ് തന്നെ എന്നതിന് ഈ സംഗതികളൊക്കെ തെളിവാണ്. അങ്ങനത്തെ AP ഉസ്താദ് കൊട്ടപ്പുറത്ത് 3 ദിവസം നടന്ന് 4 ദിവസത്തിന് നിശ്ചയിച്ചിരുന്നു. 1, 2, 3, 4 തീയതികളിലാണ് കൊട്ടപ്പുറത്ത് സംവാദം നിശ്ചയിച്ചത്. പക്ഷേ മൂന്നാമത്തെ ദിവസം പൊട്ടി. ആ മൂന്നാമത്തെ ദിവസം വരെ ശിർക്കിൻ്റെ നിർവചനം ഒന്ന് പറയുമോ എന്ന ചോദ്യത്തിന് ശിർക്കിൻ്റെ നിർവചനം ഇന്ന് വരെ വഹാബികൾ പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ശിർക്ക് നിർവചിക്കാതെ എങ്ങനെയാണ് ഈ കാര്യം ശിർക്കാന്ന് പറയൽ? ഇത് വ്യക്തമല്ലേ ഈ ചോദ്യം? മുസ്ലിങ്ങൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾ അത് ശിർക്കാകുന്നു എന്ന് വാദിക്കുന്നവർ എന്താണ് ശിർക്കെന്ന് നിർവചിക്കണ്ടേ? ശിർക്കെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കുചേർക്കൽ, ഇത് നിർവചനായോ?
അള്ളാഹുവിന് ശരീക്കിനെ സ്ഥാപിക്കൽ അത് നിർവചനമായോ? ആ ചോദ്യം നമ്മളോടാണ് ചോദിക്കുന്നതെങ്കിൽ ഒറ്റ മിനിറ്റ് മതി മറുപടി പറയാൻ. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അയിമ്മത്ത് എഴുതി വെച്ചിട്ടുണ്ട് ശിർക്കിൻ്റെ നിർവചനം, തൗഹീദിൻ്റെ നിർവചനം. ഒരുപാട് വിഭാഗങ്ങൾ ഇസ്ലാമിൽ വന്നിട്ടുണ്ട്, അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിർവചനം ഒന്നും ഇക്കൂട്ടർക്ക് പറ്റില്ല. ഇക്കൂട്ടർക്ക് ഇത് പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് പുതുതായി ഒരു നിർവചനം പറയാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് ആ ചോദ്യം അന്തരീക്ഷത്തിൽ കൊട്ടപ്പുറം സംവാദത്തിലെ ആ ചോദ്യം വഹാബികളൊക്കെ പേടി സ്വപ്നമായി ശിർക്കിൻ്റെ നിർവചനം ഇപ്പോഴും നിൽക്കുക. എന്നിട്ട് ഇപ്പോൾ കുറേ മൗലവിമാർ എന്താ പറയില്ല, നിങ്ങൾ നിർവചനം പഠിപ്പിച്ചുകൊണ്ടുള്ള പറഞ്ഞുകൊണ്ടുള്ള പഠിപ്പിക്കൽ നബിതങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിർവചനം ചോദിക്കൽ ബിദഅത്താണ്. അവിടെയാണ് ഇപ്പോൾ വഹാബികളുള്ളത്. മനസ്സിലായോ? വസ്അൽ മൻ അർസൽന ഇസ്തിഗാസക്ക് തെളിവെന്താ? ഖുർആനിൽ നിന്ന് ബദരീങ്ങളെ കാക്കണേ, മമ്പുറത്ത് തങ്ങളെ രക്ഷിക്കണേ, ലാത്തേ ഉസ്സയെ സഹായിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോന്നാ? ആ പുസ്തകൻ്റെ മറുപടി ലാത്തേ ഉസ്സെ എന്ന് പ്രാർത്ഥിക്കലും മുസ്ലിങ്ങളെ സ്വഭാവമല്ല, ബദരീങ്ങളെ കാക്കണേ മമ്പുറത്ത് തങ്ങളെ രക്ഷിക്കലും മുസ്ലിങ്ങളുടെ സ്വഭാവമാണ്. അതിന് വസ്അൽ മൻ അർസൽന ഖബ്ലക മിർ റുസുലിന എന്ന ആയത്താണ് ഉസ്താദ് ആദ്യ പടിയിൽ തെളിവായി ഓതിയത്. നിങ്ങൾക്ക് മുമ്പ് അയച്ചിട്ടുള്ള പ്രദേശങ്ങളോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ ആ അഹ്ലുകാരോട് ചോദിക്കുക, നാട്ടുകാരോട് ചോദിക്ക്. ഈ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിന മുൻകാലത്ത് വന്നുപോയ അമ്പിയാക്കന്മാരോട് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അതിന് അവരെ പ്രതികരണം, ഇക്കാലം വരെ ജീവിച്ച ഒരാളും ഇസ്തിഗാസക്ക് തെളിവായി ഈ ആയത്ത് ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. വേണ്ട, അതിന് ഉസൂൽ എന്താ പഠിപ്പിച്ചത്? സ്ഥിരപ്പെട്ടൊരു മസ്അലക്ക് അതുവരെ പറയാത്ത പുതിയ ദലീൽ ഇനി ഒരാൾക്ക് പറഞ്ഞൂടെ? പറയാം. ജമ്മുൽ ജവാമി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്ഥിരപ്പെട്ട മസ്അല അളക്കാനല്ല, അത് അങ്ങനെ തന്നെ എന്ന് സ്ഥാപിക്കാൻ, അത് പുനഃസ്ഥാപിക്കാൻ ഇതുവരെ ആരും പറയാത്ത പുതിയൊരു ദലീൽ ഇനിയും അതിൻ്റെ മേൽ ഒരാണി കൂടി അടിക്കുന്നത് പോലെയാണത്. അത് പറയാൻ ഒരു തെറ്റില്ല. അപ്പം മുമ്പൊരാൾ തെളിവായത് ഓതിയില്ല എന്ന് വിചാരിച്ച് ഇനി ഒരാൾക്ക് ഓതാൻ പാടില്ല, മുമ്പുള്ളവർ ഓതിയതേ ഓതാവൂ എന്നൊന്നുമില്ല. ആ സംവാദം പിന്നീടുള്ള വാദങ്ങളുടെ കണ്ടന്റിലേക്ക് കടന്നാൽ അങ്ങനെയാണ്. അതുമ്മലെല്ലാം ഉത്തരങ്ങളില്ലാത്ത 4 ചോദ്യങ്ങൾ 3 ദിവസവും ആടിക്കളിച്ചിട്ടുണ്ട്. ആ 4 ചോദ്യങ്ങളിലും വ്യക്തമായി മറുപടി പറയാൻ പറ്റാതെ മലയാള ഭാഷയിലെ പ്രയോഗങ്ങൾ വരെ തെറ്റിച്ച് പറഞ്ഞുകൊണ്ട് അന്തം വിട്ടുപോയ ചരിത്രമാണുള്ളത്. ഉസ്താദ് ഒരു പ്രയോഗം പറഞ്ഞിരുന്നു, പ്രാർത്ഥന, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് അവർ ചോദിക്കുക. പ്രാർത്ഥന പറഞ്ഞാൽ അത് ആലങ്കാരികമാണ്. ആലങ്കാരികമാണ്, അർത്ഥനയാണ്. അർത്ഥന അതാ പ്രാർത്ഥന. അവ കൂട്ടുന്നത് അലങ്കാരത്തിനാണ്, അതാ പ്രാർത്ഥന. ചോദ്യം എന്നതിന് അർത്ഥമുള്ളൂ. അള്ളാഹുവിനോട് ചോദിക്കുന്നത് അല്ലാത്തവരോട് ചോദിക്കുന്നത് എങ്ങനെ 2 തരമൊന്നുമില്ല. ആരോട് ചോദിച്ചാലും ചോദ്യമാണ്. പിന്നെ പ്രാർത്ഥന എന്ന പരിഭാഷ കൊണ്ട് ദുആഇനെ വേർതിരിക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ കളിയാക്കിയിട്ട് ഈ മൗലവി എന്താ പറഞ്ഞാൽ നിങ്ങൾ, അങ്ങനെ ആലങ്കാരികമായി കൊടുക്കുകയാണെങ്കിൽ മലദ്വാരം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അലങ്കാരം? അയാൾ പറഞ്ഞ വാക്കാത് കേട്ടോ. മലദ്വാരം എന്ന് പറഞ്ഞാൽ എന്താ? മല പ്ലസ് ദ്വാരം എന്നല്ലേ? അവിടെ വല്ല യോജിപ്പുണ്ടോ? ആ ദ്വാരവുമായി മലക്ക് വല്ല യോജിപ്പുണ്ടോ? അപ്പോൾ ഉസ്താദ് അവിടെ പെട്ടു. മൗലവി മലയല്ല, മലം ആണ്. ജബൽ ദ്വാരല്ല, റൗസ് ദ്വാരാണ്. ഞാൻ പറഞ്ഞു ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് ഉസ്താദ് പറയാ, മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഭൗതിക വിഷയത്തിലൊന്നും നമ്മളെക്കാൾ എത്തുംപിടിയുള്ളവരല്ലേ അവർ. ആ മലയാള വിഷയത്തിൽ പോലും അശ്രദ്ധയിൽ ചെന്ന് ചാടേണ്ടി വന്നു കൊട്ടപ്പുറം സ്റ്റേജിൽ വെച്ച്. എന്തുകൊണ്ട്? ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ദുആഇൻ്റെ അർത്ഥം പറയുന്ന വിഷയത്തിൽ മൗലവിക്ക് അടിപതറിയപ്പോൾ നേരത്തെ നല്ല ബോധത്തോടെ പഠിച്ചു വെച്ച മലദ്വാരം എന്ന വാക്ക്, പ്രാർത്ഥന എന്നത് പ്രായും അർത്ഥനയും പ്ലസ് അർത്ഥനയാണ്, എന്നാൽ പിന്നെ മല പ്ലസ് ദ്വാരമാണ് എന്ന് പറഞ്ഞിടത്ത് വരെ ആ പരിജ്ഞാനിയായ മൗലവിക്ക് തെറ്റുപറ്റി. ഈ രംഗത്ത് സ്വന്തം സ്റ്റേജിലിരിക്കുന്ന മൗലവിമാരടക്കം കൂട്ടിച്ചിരിച്ചു എ.പി. അബ്ദുൽ ഖാദറിനെ പരിഹസിച്ചിട്ട്. ഇത്രത്തോളം തരം താഴ്ചയിലേക്ക് എത്താൻ അവർ വിധിക്കപ്പെട്ടതും എ.പി. ഉസ്താദ് ആ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിപ്പിച്ചുകൊണ്ട് ഇന്ന് ആരൊക്കെ എങ്ങനെയൊക്കെ എതിരിൽ അണിനിരന്നിട്ടും ഒരിളക്കവും ഒരു വിറയലും ഒരു കുലുക്കവുമില്ലാതെ അഭിമാനത്തോടു കൂടെ നിൽക്കുന്നു. അല്ലാഹു തആല ഒരുപാട് കാലം ഇനിയും
നമുക്കൊപ്പം ആ തണൽ വൃക്ഷം നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, വളരെ വിശദമായി വളരെ രസകരമായി ബഹുമാനപ്പെട്ട പൊട്ടിദാരി ഉസ്താദും വിഷയം അവതരിപ്പിച്ചു തന്നു. അതേപോലെ തന്നെ സംവാദങ്ങളുടെ ചരിത്രം ആലിക്കുട്ടി ഉസ്താദും നമുക്ക് വിവരിച്ചു തന്നു. ഇത്തരം സംവാദങ്ങൾ ബഹുമാനപ്പെട്ട AP ഉസ്താദ് നടത്തിയ പടയോട്ടങ്ങൾ കാരണം സലഫിസം തരിപ്പിടമാവുകയും അവരൊരു ഭീഷണി അല്ലാതായി മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് അവരുള്ള സംവാദങ്ങളൊക്കെ അവസാനിച്ച് പോയത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോലെ തന്നെ അവരൊന്നും വലിയ ഭീഷണിയല്ലാതായി മാറുകയും അവർ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷാ ഭീഷണിയായി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം ഒരു സംവാദങ്ങളെ ഇല്ലാതാക്കിയത് ആ സംവാദങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. വാക്കുകൾക്ക് ഇവിടെ വാഹ്റു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.